നമ്മൾ കഴിഞ്ഞ ദിവസം ലാസ്റ്റ് നോക്കി നിർത്തിയത് LCR സർക്യൂട്ട് ആണ്. അപ്പോൾ LCR സർക്യൂട്ടിൽ ബേസിക്കലി എന്താണ് ഇൻഡക്ടർ ആണ്, കപ്പാസിറ്റർ ആണ്, റെസിസ്റ്റർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പഠിക്കേണ്ടത് സീരീസ് LCR സർക്യൂട്ട് ആണ്. ഇതിൽ തന്നെ പാരലൽ LCR സർക്യൂട്ടും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പാരിസൺ അവിടെ നോക്കാം. ഈ ഒരു ചാപ്റ്ററിൽ തന്നെ കമ്പാരിസൺ ബിറ്റ്വീൻ സീരീസ് ആൻഡ് പാരലൽ റെസിസ്റ്റൻസ് സർക്യൂട്ട് എന്ന് പറയും ഇതുണ്ട്. അവിടെ നമുക്ക് പാരലൽ സർക്യൂട്ടിനെ കുറിച്ചിട്ടും സീരീസ് സർക്യൂട്ടിനെ കുറിച്ച് എന്ത് ചെയ്യാം, കമ്പാരിസൺ കൂടി അവിടെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം, അത് ഒരു ടോപ്പിക് വരുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ദാറ്റ് ഈസ് സീരീസ് റെസിസ്റ്റൻസ് സർക്യൂട്ടും പാരലൽ റെസിസ്റ്റൻസ് സർക്യൂട്ട്, ഒരു കമ്പാരിസൺ സ്റ്റഡി. അതിൽ ഒരു വ്യത്യാസമുണ്ട്, ഇതിൽ റെസിസ്റ്റൻസ് കണ്ടീഷനിലൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട് പാരലൽ വരുന്ന സമയത്ത്. അപ്പോൾ നമുക്കിവിടെ പഠിക്കേണ്ട സീരീസ് ആണ്. അപ്പോൾ സർക്യൂട്ട് വരയ്ക്കുമ്പോൾ എല്ലാം എന്ത് ചെയ്യുക, സീരീസ് ആയിട്ട് വരയ്ക്കുക, എല്ലാം സീരീസ് ആയിട്ട്. പിന്നീട് കൊടുക്കുന്ന വോൾട്ടേജ് സോഴ്സ് കൊടുക്കുമ്പോൾ AC കറക്ഷൻ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. അതാണ് ഇവിടെ മെയിൻലി നമ്മൾ നോക്കേണ്ടത്. DC വരച്ച് വെക്കുക. ഓക്കെ, നെക്സ്റ്റ്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് കണ്ടീഷൻസ് പറഞ്ഞിരുന്നു. ഇൻഡക്റ്റീവ് സർക്യൂട്ട്, ഇപ്പോൾ ഈ ഒരു LCR കോമ്പിനേഷൻ വന്നുകൊണ്ട് തന്നെ ഇൻഡക്ടർ, കപ്പാസിറ്റർ, റെസിസ്റ്റർ കോമ്പിനേഷൻ വന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ വാല്യൂസ് അങ്ങോട്ടും ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിനെ ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആക്കാൻ പറ്റും, കപ്പാസിറ്റി സർക്യൂട്ട് ആക്കാൻ പറ്റും, അതേപോലെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, റെസിസ്റ്റീവ് സർക്യൂട്ട് ആക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒരു ട്യൂണിംഗ് സർക്യൂട്ട് ആണ്. ഇതിന് തന്നെ പറഞ്ഞിട്ടുണ്ട് അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയും, ട്യൂണിംഗ് സർക്യൂട്ട് എന്ന് പറയും, ടാങ്ക് സർക്യൂട്ട് എന്ന് പറയും. ഇതെല്ലാം എന്താണ്, ഇതെല്ലാം ഈ ഒരു LCR സർക്യൂട്ടിനെ പറയുന്ന പേരാണ്. കാരണം ഇതിനകത്ത് നമുക്ക് ട്യൂണിംഗ് ഫംഗ്ഷൻ ചെയ്യാൻ പറ്റും, ചാനൽസ് ഒക്കെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചാനൽസ് ഒക്കെ സെലക്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് റെസൊണൻസ് കണ്ടീഷൻ എന്ന് പറയും. ഈ റെസൊണൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ഓസിലേഷൻസ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷനിൽ പഠിക്കുന്ന അതേ റെസൊണൻസ് തന്നെ എന്ത് ഇവിടെയും വരുന്നത്. അത് മെക്കാനിക്കൽ റെസൊണൻസും ഇത് ഇലക്ട്രിക്കൽ റെസൊണൻസും ആണ്. രണ്ടിന്റെ കൺസെപ്റ്റ് സെയിം തന്നെയാണ്. അവിടെ നമ്മളിപ്പോൾ ഒരു ഓസിലേഷൻസ് നമ്മൾ പഠിക്കുന്നത് എന്താണ്, രണ്ട് ട്യൂണിംഗ് ഫോർക്ക് ഉണ്ട്. അപ്പോൾ രണ്ട് ട്യൂണിംഗ് ഫോർക്ക് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇതൊരു എക്സാമ്പിൾ ആണ്, നിങ്ങൾ 12th ഉണ്ട് ഈ ഒരു എക്സാമ്പിൾ. അവിടെ ഈ ട്യൂണിംഗ് ഫോർക്ക് നമ്മൾ വൈബ്രേറ്റ് ചെയ്യുന്നു. അപ്പോൾ തൊട്ട് അടുത്തിരിക്കുന്ന ട്യൂണിംഗ് ഫോർക്ക് ഇതിന്റെ അതേ നാച്ചുറൽ ഫ്രീക്വൻസിയാണ്. ഇപ്പോൾ ഇതിന്റെ ഹെഡ്സ് ഒരു 400 ഹെഡ്സ് ഉള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ഇരിപ്പുണ്ട്. തൊട്ട് അടുത്തിരിക്കുന്നത് 400 ഹെഡ്സിലുള്ള ഒരു ട്യൂണിംഗ് ഫോർക്ക് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇവിടെ ഒന്നൊരു വൈബ്രേഷൻ കൊടുത്തു കഴിഞ്ഞാൽ തൊട്ട് അടുത്തിരിക്കുന്ന ഇതിൽ എന്ത് ചെയ്യാം, ഒരു വൈബ്രേഷൻ ഒക്കർ ചെയ്യാൻ പറ്റും. അത് ശരിക്കും എന്താണ്, അതിന്റെ റെസൊണൻസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഈ ഒരു വൈബ്രേഷൻ ഒക്കർ ചെയ്യുന്നത്. അപ്പോൾ അതാണ് റെസൊണൻസ് കണ്ടീഷന്റെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഈ റെസൊണൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ഇവിടുത്തെ കണ്ടീഷനിൽ XL ഈക്വൽ ടു XC ആയി കഴിഞ്ഞാൽ, XL എന്ന് പറയുന്നത് എന്താണ്, XL ഇൻഡക്റ്റീവ് റിയാക്ടൻസ് വിച്ച് ഈസ് ഈക്വൽ ടു XC ദ കപ്പാസിറ്റി റിയാക്ടൻസ്. ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റി റിയാക്ടൻസും ഈക്വൽ ആവുന്ന സമയത്ത് അവിടെ ഫേസ് ആംഗിൾ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും, 0 ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താവും, ഈ ഒരു സർക്യൂട്ടിൽ ആകെ അവിടെ വരുന്ന റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, √R² മാത്രമായിരിക്കും. കാരണം ടോട്ടൽ ഇംപെഡൻസ് എന്ത് ചെയ്യും, അപ്പോൾ അവിടെ കുറയും. ടോട്ടൽ ഇംപെഡൻസ് ആ റെസിസ്റ്ററിന്റെ ഇംപെഡൻസ് മാത്രമേ അവിടെ കാണത്തുള്ളൂ. ബാക്കി കപ്പാസിറ്റിന്റെ റെസിസ്റ്റൻസും ഇൻഡക്ടറിന്റെ റെസിസ്റ്റൻസും എന്ത് ചെയ്യും, അവിടെ വാനിഷ് ആവും. കാരണം നമ്മുടെ ഇംപെഡൻസിന്റെ ഇക്വേഷൻ അറിയാലോ, ഇംപെഡൻസിന്റെ ഇക്വേഷൻ ഇവിടെ കിടക്കുന്നത് Z is equal to √R² plus XL minus XC the whole square. അപ്പോൾ ഇവിടെ XL ഉം XC യും ഈക്വൽ ആയി കഴിഞ്ഞാൽ പിന്നെ എന്തില്ല, ഈ ഒരു വാല്യൂന് അവിടെ വാലിഡിറ്റി ഇല്ല. കാരണം ഇത് എന്തായി പോകും, ക്യാൻസൽ ചെയ്ത് 0 ആയിട്ട്, 0² 0 ആയിട്ട് പോകും. ബാക്കി √R² മാത്രമേ വരത്തുള്ളൂ. അതെന്താവും, R എന്ന് കിട്ടും. അപ്പോൾ LCR സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ ആവുക എന്ന് വെച്ചാൽ എന്താണ് മീൻ ചെയ്യുന്നത്, LCR സർക്യൂട്ട് റെസൊണൻസ് കണ്ടീഷനിൽ ആവുക എന്ന് വെച്ചാൽ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റി റിയാക്ടൻസും എന്ത് ചെയ്യുക, ഈക്വൽ ആവുക. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ ഒരു സർക്യൂട്ടിൽ അച്ചീവ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സർക്യൂട്ടിൽ നമുക്ക് ഈ ഇൻഡക്ടറിന് എന്ത് ചെയ്യാൻ പറ്റും, വേരിയബിൾ ഇൻഡക്ടേഴ്സ് ഉണ്ട്, വേരിയബിൾ കപ്പാസിറ്റേഴ്സും ഉണ്ട്. അപ്പോൾ നിങ്ങൾ മുമ്പത്തെ റേഡിയോയോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ നോക്കുക, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് നോക്കി കിട്ടും. റേഡിയോസ് നോക്കി കഴിഞ്ഞാൽ നോബ് ഫ്രണ്ടിൽ കാണും. അപ്പോൾ നോബ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ശരിക്കും അവിടെ ഇൻഡക്റ്റൻസിനെയോ അല്ലെങ്കിൽ കപ്പാസിറ്റൻസിനെയോ ആയിരിക്കും എന്ത് ചെയ്യുന്നത്, വേരി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വേരി ചെയ്ത് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ XL ഉം XC എന്ത് ചെയ്യാം, ഈക്വൽ ആക്കാൻ പറ്റും. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ അത് എന്തായിരിക്കും, റെസൊണൻസ് അച്ചീവ് ചെയ്ത ഒരു സർക്യൂട്ട് ആയിരിക്കും. ഇനി ഇതിന്റെ ഫേസർ ഡയഗ്രം നോക്കാം. ഒരു റെസൊണൻസ് സർക്യൂട്ട് ഫേസർ ഡയഗ്രം ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫേസർ ഡയഗ്രം ഒക്കെ ഇത് വരയ്ക്കാൻ തന്നെ ശ്രമിക്കുക. അപ്പോൾ ഇൻ കേസ് വരച്ചില്ലെങ്കിൽ ഒരുപാട് മാർക്ക് കുറയ്ക്കില്ല, എന്നാലും വരച്ച എന്താണ്, അതൊക്കെ ഒരു പ്ലസ് പോയിന്റ് ആണ്. നമ്മൾ അത്രയും ഡീപ്പായി പഠിച്ചു എന്ന് നമുക്ക് അവർക്ക് എന്ത് ചെയ്യും, ഒരു ഇത് വരും. അപ്പോൾ എന്ത് ചെയ്യും, മാർക്ക് അത്രയും തരും. അപ്പോൾ അതൊക്കെയാണ് നമുക്ക് ഒരു എക്സ്ട്രാ മാർക്ക് കിട്ടാൻ വേണ്ടിയുള്ളത്. റെസൊണൻസ് ചോദിക്കുമ്പോൾ റെസൊണൻസിന്റെ ഫേസർ ഡയഗ്രം വരയ്ക്കണം എന്ന് ആരും പറയത്തില്ല. കാരണം റെസൊണൻസ്, വാട്ട് ഈസ് റെസൊണൻസ്, അത്രയും മാത്രം എഴുതിയാലും മതി. ഓക്കെ, ജസ്റ്റ് എഴുതിയതിനു ശേഷം തൊട്ട് താഴെ ദ ഫേസർ ഡയഗ്രം ഫോർ റെസൊണൻസ് ഈസ് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ ഒരു ഫിഗർ കൂടി ഡ്രോ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇവിടെ നമുക്ക് പറഞ്ഞല്ലോ, ഇതാണ് അടുത്ത ഫേസർ ഡയഗ്രം. അപ്പോൾ ഫേസർ ഡയഗ്രം നോക്കുക. ഇവിടെ ഇപ്പോൾ ഒരു റെസൊണൻസ് കണ്ടീഷനിൽ XLന്റെ വാല്യൂ XCയുടെ വാല്യൂ എന്തായിരിക്കും, ഈക്വൽ ആണെന്ന് പറഞ്ഞു. അതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ആക്സിസ് കാണിക്കുന്നത്. കാരണം എന്താ, രണ്ടും സെയിം ലെങ്ത് ആണ്. അപ്പോൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഈ XCയുടെ വാല്യൂ എന്തായിരിക്കും, നമ്മൾ അവിടെ സെയിം ആയിട്ട് വരയ്ക്കണം. കാരണം അവിടെ ഇപ്പോൾ റെസൊണൻസ് കണ്ടീഷനിൽ നിൽക്കുവാണ്. ആൻഡ് അവിടെ അതും വോൾട്ടേജ് തമ്മിലുള്ള ഫൈ എത്രയാണ്, ഫൈ അവിടെ ഒരു π/2 ഫേസ് ഡിഗ്രി വന്നുകൊണ്ട് ഒരു ഫേസ് ഡിഫറൻസ് അവിടെ ഉണ്ട്. ഇപ്പോൾ അതായത് വോൾട്ടേജും ഇവിടുത്തെ ഈ കറണ്ടും തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു π/2 ഡിഗ്രിയിൽ എന്ന ഒരു ഫേസ് ഉണ്ട്. അത് ഈ XL എന്ന് വെച്ചാൽ എന്തായിരിക്കും, നമ്മൾ നേരത്തെ ഇൻഡക്ടർ സർക്യൂട്ട് നോക്കിയപ്പോൾ അവിടെ ഒരു +π/2, ഇൻഡക്ടറിന്റെ കേസിൽ
+5/2 ആണോ -5/2 ആണോ? ഇൻഡക്ടറിന്റെ കേസിൽ നമുക്ക് എന്ത് കിട്ടി? ഇൻഡക്ടറിന്റെ കേസിലാണെങ്കിൽ ഒരു -5/2 അഡീഷണൽ എന്തുണ്ട്? ഒരു ഫേസ് ഡിഫറൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ എന്തുണ്ട്? എക്സിയുടെ വാല്യൂവിൽ എന്തുണ്ട്? ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫേസ് ഡിഫറൻസ് എന്തുണ്ട്? കറണ്ട് വോൾട്ടേജ് തമ്മിൽ ഉണ്ട്. അപ്പോൾ അതാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഈ ഫേസ് ഡിഫറൻസ് 5/2 എന്ന് കാണിച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ ഈ ഒരു സർക്യൂട്ടിൽ കോമൺലി ഇപ്പോൾ എന്ത് മാത്രമേ ഉള്ളൂ? I0R. ഈ റെസിസ്റ്റൻസ് കണ്ടീഷനിൽ എത്തുന്ന സമയത്ത് അവിടെ നമുക്ക് I0R മാത്രമേ എന്തുള്ളൂ? എഫക്റ്റീവ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അവിടുത്തെ ഇതിൽ നമുക്ക് എന്ത് പറയാം? ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. അതെന്തായിരിക്കും? റെസിസ്റ്റൻസിന് ഇക്വലന്റ് ആയിട്ട് വരുന്ന കറണ്ട് ആയിരിക്കും. കാരണം അത് റെസിസ്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ എന്തായിരിക്കും? അവിടെ നമുക്ക് E0 I0 അതെന്തായിരിക്കും? ഫേസ് ഇല്ലാത്ത ഒരു രീതിയിലേക്ക് എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു റെസിസ്റ്റൻസ് കണ്ടീഷന്റെ ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇനി ഇവിടുത്തെ കറണ്ട് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് ബൈ ഇംപെഡൻസ് ആയിരിക്കും. അപ്പോൾ നമ്മളോട് പറഞ്ഞല്ലോ കാരണം മാക്സിമം വോൾട്ടേജ് E0 അല്ലെങ്കിൽ E ആയിരിക്കും. അപ്പോൾ അവിടുത്തെ കറണ്ട് I0 ആവുന്നെങ്കിൽ ഇംപെഡൻസ് എന്തായിരിക്കണം? ഇംപെഡൻസ് അവിടെ ആ ഒരു Rന്റെ വാല്യൂ മാത്രമായിരിക്കണം. അപ്പോൾ റെസിസ്റ്റൻസ് കണ്ടീഷനിൽ L ഒമേഗ ഈക്വൽ ടു 1/C ഒമേഗ ആണ്. ഓക്കെ, L ഒമേഗ ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈസ് ഈക്വൽ ടു കപ്പാസിറ്റീവ് റിയാക്ടൻസ്. അപ്പോൾ ഇവിടെ ഒമേഗ നമ്മൾ 2πf എന്ന് എടുത്തു കഴിഞ്ഞാൽ കാരണം ഇനി എനിക്ക് റെസിസ്റ്റൻസ് ഫ്രീക്വൻസി എത്രയാണ് ഡിറ്റർമിൻ ചെയ്യണം. റെസിസ്റ്റൻസ് ഫ്രീക്വൻസി ഡിറ്റർമിൻ ചെയ്യണം. കാരണം നമുക്കിപ്പോൾ ട്യൂണിംഗ് എന്നൊരു കണ്ടീഷൻ ഉണ്ട്. അത് നമുക്ക് വേരിയബിൾ റെസിസ്റ്റർ കപ്പാസിറ്റർ യൂസ് ചെയ്ത് ട്യൂണിംഗ് ചെയ്യാം. പക്ഷേ എനിക്കിപ്പോൾ ഫിക്സഡ് ആയിട്ടുള്ള രീതിയിൽ ഒരു സർക്യൂട്ട് കൺസ്ട്രക്ട് ചെയ്യണം. എനിക്ക് ഇത്ര ഫ്രീക്വൻസി ഉള്ള സ്ഥിതിയിൽ മാത്രം കിട്ടത്തക്ക രീതിക്ക് ഒരു സർക്യൂട്ട് എനിക്ക് കൺസ്ട്രക്ട് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ എന്ത് ചെയ്യണം? അവിടെ ഞാൻ എനിക്ക് പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യണം. അപ്പോൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു? FR എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ FR എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ 10 കിലോ ഹെർട്സ് ആണ് എടുത്തത്. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം? ആ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് 10 കിലോ ഹെർട്സ് ഉള്ള സർക്യൂട്ട് മാത്രം ഫ്രീക്വൻസി മാത്രം എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അക്സെപ്റ്റ് സർക്യൂട്ടിൽ പഠിക്കും. എന്തുകൊണ്ടാണ് ഇതിനെ ഈ FR അല്ലെങ്കിൽ അക്സെപ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത് നമ്മളവിടെ പഠിക്കും. അപ്പോൾ അവിടെ എന്താണ് പറയുന്നത്? ആ ഒരു ഫിക്സഡ് പോയിന്റിലുള്ള ഫ്രീക്വൻസി മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സെലക്ട് ചെയ്യാൻ പറ്റൂ. അപ്പോൾ എത്ര ഫ്രീക്വൻസി ആണ് വേണ്ടത്? അല്ലെങ്കിൽ നമുക്കിപ്പോൾ എനിക്കൊരു 10 കിലോ ഹെർട്സ് വേണം. അപ്പോൾ എത്ര വാല്യൂസിലുള്ള ഇൻഡക്ടറും കപ്പാസിറ്ററും വേണമെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. അറിയില്ല നമ്മൾ റെസിസ്റ്ററിന്റെ കളർ കോഡ് വെച്ച് കണ്ടുപിടിക്കുന്ന പോലെ ഇൻഡക്ടേഴ്സിനും വാല്യൂ ഉണ്ട്, അതുപോലെ കപ്പാസിറ്റേഴ്സിനും വാല്യൂ ഉണ്ട്. ഇൻഡക്ടേഴ്സിന്റെ വാല്യൂ ഹെൻറിയിലായിരിക്കും, കപ്പാസിറ്ററിന്റെ വാല്യൂസ് കോമൺലി മൈക്രോ ഫാരഡ് ആയിരിക്കും അല്ലെങ്കിൽ നാനോ ഫാരഡിലോ കാണും. ഓക്കെ, അപ്പോൾ അതാണ് കപ്പാസിറ്ററിന്റെ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ FR എന്ന ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് ഇപ്പൊ എന്ത് ചെയ്യും? ഇപ്പൊ FR എന്ന ഇക്വേഷൻ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ഈ ഒരു റിലേഷൻ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? FR ന്റെ ഇക്വേഷൻ എടുക്കുന്നത്. ദാറ്റ് ഈസ് L ഒമേഗ ഈസ് ഈക്വൽ 1/C ഒമേഗ. ഒമേഗയ്ക്ക് പകരം ഒമേഗ ആംഗുലർ ഫ്രീക്വൻസി ആണ്. അതിന് പകരം ഞാൻ എന്ത് ചെയ്തു? 2πf എന്ന് കൊടുത്തു. 2πf എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ദാറ്റ് ഈസ് 2πfr into L is equal to 1/2πfr into C ആവും. അത് നമുക്ക് എന്ത് ചെയ്യാം? FR ന്റെ വാല്യൂ എടുക്കാൻ പറ്റും. FR is equal to 1/2π into root L into C. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫസ്റ്റ് ഒരു കപ്പാസിറ്ററിന്റെ വാല്യൂ 10 മൈക്രോ ഫാരഡ് എടുത്തു. ആൻഡ് ഇതിന്റെ വാല്യൂ ഞാൻ എന്ത് ചെയ്തു? ഒരു 10 കിലോ ഹെർട്സ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എനിക്ക് എന്ത് അവിടെ എത്ര വാല്യൂസ് ഇൻഡക്ടർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു റെസിസ്റ്റൻസ് കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റും? ഇതിന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പ്രോബ്ലം സെക്ഷനിൽ വേണമെങ്കിൽ ചോദിക്കാം. A circuit contain 10 microfarad capacitor and a 10 Henry inductor. What will be the resonance frequency? എന്ത് ചെയ്താൽ മതി? L-ന്റെ വാല്യൂ തന്നിട്ടുണ്ട്. L-ന്റെ വാല്യൂ നമുക്ക് അവിടെ തരുന്നത് എന്തായിരിക്കും? 10 ഹെൻറി എന്ന് തന്നിട്ടുണ്ട്. കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ത് ചെയ്തു? 10 മൈക്രോ ഫാരഡ് തന്നിട്ടുണ്ട്. അപ്പോൾ മൈക്രോ ഫാരഡിനെ ഫാരഡിലോട്ട് മാറ്റിയിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. 10 into 10 raised to minus 6 മൈക്രോയുടെ വാല്യൂ ഫാരഡ് എന്ന് കിട്ടും. എന്ത് 1/2π into root of 10 into 10 raised to minus 6 എന്ന് കൊടുത്താൽ മതി. എന്ത് കിട്ടും? നമുക്ക് കൊടുത്ത റെസൊണൻസ് ഫ്രീക്വൻസി കിട്ടും. ഓക്കെ, മിക്കപ്പോഴും റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കാൻ ചോദിക്കുള്ളൂ. കാരണം തിരിച്ചു വരുന്നത് ഇലക്ട്രോണിക്സിനകത്ത് വരുന്നത്. ഇലക്ട്രോണിക്സിൽ ആണെങ്കിലായിരിക്കും എന്ത് ചെയ്യുന്നത്? ഫ്രീക്വൻസി തന്നിട്ട് L-ന്റെ C-യുടെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യാൻ ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മിക്കവാറും എന്തായിരിക്കും? ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാനായിരിക്കും ചോദിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാം? സിമ്പിളായി ചെയ്യുക. കാരണം വേറെ ഒന്നുമില്ല, ജസ്റ്റ് FR-ന്റെ വാല്യൂ ഇക്വേഷൻ ഓർത്തിരുന്നാൽ മതി. ഇക്വേഷൻ ഓർത്തിരിക്കാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യണം, ജസ്റ്റ് റെസൊണൻസ് കണ്ടീഷൻ ഓർത്തിരുന്നാൽ മതി. XL is equal to XC. അതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ ഈ ഒരു ഇക്വേഷൻ ഡെറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. Next means that is the expression for resonance frequency. Resonance frequency equation. അതിൽ 1/2π root LC is the natural frequency of the LC circuit. Okay, അപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ ഗ്രാഫ് നോക്കുക. അപ്പോൾ ഗ്രാഫ് ഇവിടെ ഈ ഒരു ഗ്രാഫ് കാണിച്ചിരിക്കുന്നത് ദാറ്റ് ഈസ് ഇതാണ് FR എന്ന് പറയുന്നത്. അപ്പോൾ FR റെസൊണൻസ് ഫ്രീക്വൻസിയിൽ എത്തുമ്പോൾ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് അവിടെ മാക്സിമം ആവുന്നുണ്ട്. കണ്ടോ? കറണ്ട് അവിടെ എന്ത് ചെയ്യാണ്? മാക്സിമം ആവുകയാണ് ഈ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി എത്തുന്ന സമയത്ത്. അതാണ് I0 വാല്യൂ. I0 ആണ് മാക്സിമം കറണ്ട് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇംപിഡൻസിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നു? ഇംപിഡൻസ് ടോട്ടലി കുറയുകയാണ് ചെയ്യുന്നത്. ഇംപിഡൻസിന്റെ വാല്യൂ Z R ആവും. അതായത് എന്താണ്? ഇംപിഡൻസ് കുറയുന്ന സമയത്ത് കറണ്ട് കൂടും. ഇംപിഡൻസ് കുറയുന്ന റീസൺ എന്താണ്? XL ഉം XC യും ഈക്വൽ ആയി. അപ്പോൾ അവർ രണ്ടും എന്ത് ചെയ്യും? ഇംപിഡൻസിന്റെ ഇക്വേഷൻ Z √R² plus XL minus XC the whole square. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു വാല്യൂ നിന്നും ഇത് ഇത്രയും ക്യാൻസൽ ചെയ്ത് പോകുന്നു. ബാക്കി നമുക്ക് R മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇംപിഡൻസ് കുറയുന്നു,
ഇംപെഡൻസ് കുറഞ്ഞാൽ നോർമലി എന്ത് ചെയ്യും? കറണ്ട് ഇൻക്രീസ് ആവും. അതറിയാലോ, റെസിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കറണ്ട് മാക്സിമം ഫ്ലോ ചെയ്യും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് എന്ത് പീക്ക് വാല്യൂ. അപ്പോൾ പീക്ക് വാല്യൂ ഓഫ് കറണ്ട് കിട്ടുന്ന ഏത് കണ്ടീഷനിലാണ്? എഫ് ആറിന്റെ കണ്ടീഷനിലാണ്. എഫ് ആർ എന്ന് വെച്ചാൽ റെസിസ്റ്റൻസ് ഫ്രീക്വൻസിയാണ്. അപ്പോൾ അത് അച്ചീവ് ചെയ്യേണ്ട കണ്ടീഷൻസ് ആണ് എക്സ് എൽ ഈക്വൽ ടു എക്സ് സി എന്ന് പറയുന്ന കണ്ടീഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ഫ്രീക്വൻസി ഗ്രാഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ റെഫറൻസ് എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ഇത്രയൊക്കെ ഒന്ന് എഴുതുക. ഈ ഗ്രാഫ് ഒക്കെ പറ്റുന്നുണ്ടെങ്കിൽ വരയ്ക്കുക, ഇല്ലെങ്കിൽ എൻ്റെ തിയറി മാത്രം എഴുതി വയ്ക്കുക. ഓക്കെ, ഗ്രാഫും ആ ഇംപെഡൻസ് ഫേസർ ഡയഗ്രം ഒക്കെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് റെഫറൻസുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ഇവിടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ്. മാക്സിമം വാല്യൂ കറണ്ട് ഡിപെൻഡ് അപ്പോൺ ദ റെസിസ്റ്റൻസ്. ഓൾസോ റെസിസ്റ്റൻസ് വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റൻസ് ആൻഡ് ദേ ആർ ഓപ്പോസിറ്റ്. അതായത് ഇവിടെ രണ്ടും ഈക്വൽ ആവുമെന്ന് പറഞ്ഞു. അതായത് റെസൊണൻസ് കണ്ടീഷനിൽ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആവുമെന്ന് പറഞ്ഞു. അപ്പൊ എക്സ് എൽ ഈക്വൽ ടു എക്സ് സി ആയി കഴിഞ്ഞാൽ ശരിക്കും അവിടെ ഇൻഡക്ടറിന്റെയും ഇതിന്റെയും എക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം? വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യാം. കാരണം ഈ ഒരു ഇൻഡക്ടറിന്റെ എക്രോസ് ആയിട്ടും നമ്മുടെ കപ്പാസിറ്ററിന്റെ എക്രോസ് ആയിട്ടും വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യും. പക്ഷെ എന്തായിരിക്കും? അത് രണ്ടും ഈക്വലും ആയിരിക്കും, ഓപ്പോസിറ്റും ആയിരിക്കും. അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെ കാട്ടി എന്തായിരിക്കും? കുറച്ച് കൂടിയ വോൾട്ടേജ് ആയിരിക്കും അവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത്. നോർമലി നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എ സി വോൾട്ടേജിനെ കാട്ടി, അപ്പൊ നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യുന്ന എ സി വോൾട്ടേജ് 230 വോൾട്ട് എ സി ഒന്നും ആയിരിക്കില്ല. അതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള വാല്യൂ, അല്ലെങ്കിൽ മൈക്രോ മില്ലി ആംബിയറിലേക്കുള്ള അല്ലെങ്കിൽ മില്ലി വോൾട്ടിലേക്കുള്ള വാല്യൂസ് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു 3 വോൾട്ടോ അങ്ങനെ എന്തെങ്കിലും വോൾട്ടേജ് ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അല്ല 230 വോൾട്ട് എന്ന് ചിന്തിക്കല്ലേ. ഓക്കെ കേട്ടോ, കാരണം അതിന് പവർ കൂടുതലാണ്. എന്ത് ചെയ്യും? നമ്മൾ വയ്ക്കുന്ന കപ്പാസിറ്റർ അടിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഇവിടെ കൊടുക്കുന്നത് നമ്മൾ കുറച്ചുകൂടി കുറഞ്ഞ എ സി വോൾട്ടേജ് ഉള്ളൂ. വോൾട്ടേജ് 12 വോൾട്ട് അങ്ങനെ കുറഞ്ഞ വോൾട്ടേജ് ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ റെസിസ്റ്റൻസ് കണ്ടീഷനിൽ ഇൻഡക്ടൻസിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജും കപ്പാസിറ്ററിന്റെ അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ അല്പം കൂടും. അതിന് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ, കറന്റ് മാഗ്നിഫിക്കേഷൻ എന്ന് പറയും. അടുത്തൊരു ടോപ്പിക് പഠിക്കുമ്പോൾ കൂടുതലായിട്ട് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ദാറ്റ് ഇസ് VL is equal to VC. So VC equal to VR. Also XL equal to XC, Z equal to R. അപ്പൊ അതില് ഈ ഒരു ഫേസർ ഡയഗ്രാം, ഇതൊരു ഫേസർ ഡയഗ്രാം ആണ്. ഈ ഒരു കോർഡിനേറ്റ് വെക്കാതെ അതിന്റെ ഡയറക്ഷൻ മാത്രം കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്ത ഡയഗ്രാം ഇത്. അപ്പൊ ഇതിലും എന്താണ് കാണിച്ചിരിക്കുന്നത്? ഇതിലിപ്പോ കാണിച്ചിരിക്കുന്ന ഈ വോൾട്ടേജിന്റെയും കറന്റിന്റെയും വേരിയേഷൻ ആണ്. കാരണം VL എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് ഇൻഡക്ടറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും VC മീൻസ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും. അത് രണ്ടും എന്താണ്? ഈക്വലും ആണ്, ഓപ്പോസിറ്റും ആണ്. കണ്ടോ, ഇത് ഈ ഒരു ഡയഗ്രാം കാണുമ്പോൾ മീനിങ് മനസ്സിലാവും. രണ്ട് ഈക്വലും ഓപ്പോസിറ്റും ആണ്. ആൻഡ് VC equal to VR ആയിരിക്കും. അതായത് VC equal to VR മീൻസ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ ആയിരിക്കും. അവിടെ എന്ത് ചെയ്യും? കറണ്ട് ആ ഡയറക്ഷനിലായിരിക്കും ഫ്ലോ ചെയ്യുന്നത്. ഇവിടെയും കാണിച്ചിരിക്കുന്ന ഇത് XL equal to XC എന്നാണ്. XL equal to XC എന്ന് വെച്ചാൽ അവിടെ നമുക്ക് റെസിസ്റ്റൻസ് കണ്ടീഷൻ ആണ്. Z equal to ZR, അതായത് അവിടുത്തെ ടോട്ടൽ ഇംപെഡൻസ് എന്തായി മാറി? റെസിസ്റ്റൻസ് ഇംപെഡൻസ് മാത്രമായിട്ട് മാറി. ഓക്കെ, ഇത് നേരത്തെ നമ്മൾ പഠിച്ച റിലേഷൻ തന്നെ. I0 is equal to E0 by R, IRMS equal to ERMS by R. അതിൽ ഈ IRMS ERMS എന്ന് വെച്ചാൽ വിർച്വൽ വാല്യൂസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, DC ഇക്വലന്റ് ആയിട്ടുള്ള സർക്യൂട്ട്, അല്ലെങ്കിൽ DC ഇക്വലന്റ് ആയിട്ട് വരുന്ന കറണ്ട് ആണ് എന്ത്, അല്ലെങ്കിൽ വോൾട്ടേജ് ആണ് ERMS ഉം IRMS എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് റെസൊണൻസിലുള്ളത്. അപ്പൊ ഇങ്ങോട്ട് താഴോട്ട് വരുന്ന ഈ ഒരു റീജിയൻ അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഇത് വരച്ചില്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ ഈ ഒരു കണ്ടീഷൻ കൂടെ ഇവിടെ എഴുതി നിർത്തുക. ദാറ്റ് ഈസ് റെസിസ്റ്റൻസ് വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ ഈസ് ഈക്വൽ ടു വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റൻസ്. അത് ഓപ്പോസിറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു കാര്യം കൂടെ ഇവിടെ മെൻഷൻ ചെയ്തിരിക്കാം. അപ്പൊ ഇത്രയാണ് നിങ്ങൾക്ക് റെസൊണൻസ് എന്ന കണ്ടീഷനിൽ നോക്കേണ്ടത്. ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ദാറ്റ് ഈസ് ദ അക്സെപ്റ്റർ സർക്യൂട്ട് ആണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഈ അക്സെപ്റ്റർ സർക്യൂട്ട്? അപ്പൊ ഞാൻ ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇതിനകത്ത് വരുന്നത്. നമുക്ക് എന്തുകൊണ്ട് ഇതിനെ അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റും? കാരണം ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു പർട്ടിക്കുലർ ലെവലിലുള്ള ഫ്രീക്വൻസി മാത്രം എന്ത് ചെയ്യാൻ സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് FR എന്ന് പറയുന്ന ഫ്രീക്വൻസി മാത്രം എന്ത് ചെയ്യത്തുള്ളൂ? എന്റെ ഈ ഒരു സർക്യൂട്ട് അവിടെ സെലക്ട് ചെയ്യത്തുള്ളൂ. കാരണം റെസൊണൻസ് കണ്ടീഷനിലാണ് എന്ത് ചെയ്യുന്നത്? സർക്യൂട്ട് ഇപ്പോൾ നിൽക്കുന്നത്. നോക്കുക, അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ദ കറന്റ് ത്രൂ LCA സർക്യൂട്ട് is maximum and the impedance is equal to Z equal to R. High voltage drop across L and C cancel each other at a resonance even though high current flow through the LCA circuit. There is no voltage across LC terminal together. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞല്ലോ, ഈ L-ഉം C-യുടെയും അക്രോസ് ആയിട്ട് ഹൈ വോൾട്ടേജ് വരുമെങ്കിലും പക്ഷെ എന്ത് ചെയ്യത്തില്ല, അത് ക്യാൻസൽ ആയി പോയിക്കും. കാരണം ഈക്വലും ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ ഈക്വലും ഓപ്പോസിറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് ഓൾറെഡി ക്യാൻസലേഷൻ നടക്കും. ഓക്കെ, അതറിയാലോ. ഓൾറെഡി നമുക്ക് എന്ത് ചെയ്യും? ഈക്വലും ഓപ്പോസിറ്റ് ആയിട്ടുള്ളത് എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോകും. അപ്പൊ അവിടെ ടോട്ടലി എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം വോൾട്ടേജ് നമ്മൾ ഒരു റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യുന്നത്? അവിടെ കിട്ടുന്നത്. അപ്പോൾ റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് ഒരു മാക്സിമം വോൾട്ടേജ് എന്ത് ചെയ്യും? അവിടെ അപ്ലൈ ചെയ്യും. അല്ലെങ്കിൽ ടോട്ടൽ വോൾട്ടേജ് എന്തായിരിക്കും? അവിടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇങ്ങനെ ഒരുപാട് ഫ്രീക്വൻസി കൊടുത്തു കഴിഞ്ഞാൽ ഈ സർക്യൂട്ടിന് ഇപ്പോൾ ഒരു ബഞ്ച് ഓഫ് ഫ്രീക്വൻസി, ഒരു ബാൻഡ് ഓഫ് ഫ്രീക്വൻസി കൊടുത്തു. ഫോർ എക്സാമ്പിൾ 1 ഹെഡ്സ് മുതൽ ഒരു 1000 ഹെഡ്സ് വരെയുള്ള ഫ്രീക്വൻസി ഞാൻ എന്ത് ചെയ്തു? ഈ ഒരു സർക്യൂട്ടിലോട്ട് സപ്ലൈ ചെയ്യണം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ഞാൻ എന്ത് ചെയ്തു? ഇത്രയും ഹെഡ്സിലുള്ള ചാനൽസ് ഞാൻ ബ്രോഡ്കാസ്റ്റ് ചെയ്തു. അപ്പൊ എനിക്ക് വേണ്ടത് എന്താണ്? ഇതിലൊരു ഫ്രീക്വൻസി മാത്രം, ഒരു 10 ഹെഡ്സ് മാത്രമാണ് എനിക്ക് വേണ്ടത്. അപ്പൊ എന്ത് ചെയ്യുക? 10 ഹെഡ്സിന് വേണ്ടിയുള്ള സർക്യൂട്ട് ഡിസൈൻ ചെയ്യുക. അപ്പോൾ സർക്യൂട്ട്
10 ഹെഡ്സിന് വേണ്ടി ഡിസൈൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് റിസീവ് ചെയ്യും? എൻ്റെ ആ ഒരു സർക്യൂട്ടിൽ ഈ 10 ഹെഡ്സിലെ ഫ്രീക്വൻസി മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? റിസീവ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു സർക്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റെസൊണൻസ് ഫ്രീക്വൻസി എന്താണ്? FR which is equal to 10 ഹെഡ്സ് ആണ്. ബാക്കി എല്ലാ ഫ്രീക്വൻസി എന്ത് ചെയ്യും? അത് റിജക്ട് ചെയ്യും. ദാറ്റ് ഈസ് ദ കറന്റ് വിൽ ബി മാക്സിമം ഫോർ ദാറ്റ് ഫ്രീക്വൻസി. അപ്പോൾ ഈ ഒരു 10 ഹെഡ്സിന് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? അവിടെ നമുക്ക് മാക്സിമം ഫ്രീക്വൻസി കിട്ടുന്നത്. അപ്പോൾ മാക്സിമം കറണ്ട് കിട്ടുന്നത്. അപ്പോൾ മാക്സിമം കറണ്ട് കിട്ടാൻ റീസൺ മനസ്സിലായല്ലോ. ആ ഒരു റെസൊണൻസ് കണ്ടീഷൻ എത്തുന്ന സമയത്ത് LND CD അക്രോസ് ഹൈ വോൾട്ടേജ് ഉണ്ടാവുമെങ്കിലും ഈക്വൽ ഓപ്പോസിറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അത് അവിടെ ക്യാൻസലേഷൻ നടന്ന് പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് അവിടെ സംഭവിക്കുന്നത്. Hence this circuit is called acceptor circuit and the series resonance is called voltage resonance. Okay, അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇത് നമ്മൾ സീരീസ് റെസൊണൻസ് സർക്യൂട്ടിന് വോൾട്ടേജ് റെസൊണൻസ് അല്ല എങ്കിൽ എന്ത് പറയും? അക്സെപ്റ്റർ സർക്യൂട്ട് എന്നും പറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അക്സെപ്റ്റർ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ അക്സെപ്റ്റർ സർക്യൂട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ റെസൊണൻസ് കണ്ടീഷൻ പ്രത്യേകിച്ച് എടുത്ത് എഴുതേണ്ട എന്താണ് റെസൊണൻസ് എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഈ ഒരു കാര്യം എഴുതുക. കാരണം അവിടെ നമുക്ക് ഒരു പർട്ടിക്കുലർ ലെവലുള്ള ഫ്രീക്വൻസി മാത്രം എന്ത് ചെയ്യാൻ പറ്റും? സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള ഫ്രീക്വൻസി സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ അതിനെ അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഫ്രീക്വൻസിക്ക് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്? കറണ്ട് അവിടെ മാക്സിമം ആവുന്നത്. ഓക്കെ, ഇതാണ് അക്സെപ്റ്റർ സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി അടുത്ത് നോക്കേണ്ട ഷാർപ്നെസ് ഓഫ് ദ റെസൊണൻസ് ആണ്. ദാറ്റ് ഈസ് ഷാർപ്നെസ് ഓഫ് ദ റെസൊണൻസ് മീൻസ് നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റെസൊണൻസ് കണ്ടീഷൻ എത്തുന്ന സമയത്ത് അവിടെ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? മാക്സിമം വാല്യൂ ആയിട്ട് പീക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കറണ്ടിന്റെ ആ ഒരു പീക്കിങ്ങിനാണ് നമ്മൾ എന്ത് പറയുന്നത്? അവിടെ ഷാർപ്നെസ് എന്ന് പറഞ്ഞ് പറയുന്നത്. So peak value of the current at resonance depend upon the resistance. If the resistance is low, that is R2 less than R1, then the peak value I0 is high. Hence the sharpness of the resistance depend upon the resistance of the circuit. അപ്പോൾ ഇവിടെ sharpness എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫിഗർ ശരിക്കും ഈ ഒരു ഫിഗർ നോക്കിയാൽ മതി. ഇത് സെയിം തന്നെയാണ് അതിന്റെ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ റെസിസ്റ്റൻസ് ഹൈ ആയി കഴിഞ്ഞാൽ, റെസിസ്റ്റൻസ് കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഇവിടെ മാക്സിമം പീക്ക് കിട്ടും. Z equal to R എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇംപെഡൻസ് അവിടെ ആറിന്റെ വാല്യൂ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ മാക്സിമം ഒരു പീക്ക് കിട്ടും. ഇങ്ങനെ മാക്സിമം ഒരു പീക്ക് കിട്ടും. അപ്പോൾ മാക്സിമം പീക്ക് കിട്ടിക്കഴിഞ്ഞാൽ മീനിങ് എന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് ഈ ഒരു കോർഡിനേറ്റ് നോക്കുക. ഇത് FRന്റെ കോർഡിനേറ്റ് ആണ്. അപ്പോൾ മാക്സിമം പീക്കിംഗ് കിട്ടിക്കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് കറക്റ്റ് ആയിട്ടുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫ്രീക്വൻസി നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ ഞാൻ ഡിസൈൻ ചെയ്ത സർക്യൂട്ടിൽ ഒരു 10.1 ഹെഡ്സ് എനിക്ക് റിസീവ് ചെയ്യണം. അപ്പോൾ എത്രത്തോളം ഈ ഒരു ഗ്രാഫ് ഷാർപ്പ് ആവും? ഇങ്ങനെ ഒന്നും എനിക്ക് ഷാർപ്നെസ് ഇല്ല അവിടെ. ഇത്രയും റീജിയനിൽ എന്ത് ചെയ്യും? ഇതിപ്പോ നോർമൽ ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ ഇത്രയും റീജിയൽ I0 വാല്യൂ ആണ്. കുറച്ചുകൂടി സ്റ്റീപ്പായി കഴിഞ്ഞാൽ ഇത്രയും ഈ ഒരു പോയിന്റിൽ മാത്രമേ I0 ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഇങ്ങനെ ഷാർപ്പ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? എനിക്ക് ഈ ഒരു പീക്കിൽ തന്നെ I0 കിട്ടും. അതിന് കറക്റ്റ് പർട്ടിക്കുലർ ഫ്രീക്വൻസി എനിക്ക് എന്ത് ചെയ്യാൻ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് ഷാർപ്നെസ് ഓഫ് ദ AC സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഷാർപ്നെസ് ഓഫ് ദ AC സർക്യൂട്ട്, റെസൊണൻസ് സർക്യൂട്ട്. ഇനി അടുത്ത് നോക്കേണ്ടത്, അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഷാർപ്നെസ്സിൽ ആ ഒരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഇനി അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സീരീസ് റെസൊണൻസ് ആണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് ദാറ്റ് ഈസ് ദ റെസൊണൻസ് ഒക്കർ വെൻ എ എന്തൊക്കെയാണ് ഈ ഒരു സീരീസ് റെസൊണൻസുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് അതാണ് നോക്കുന്നത്. ദാറ്റ് ഈസ് ദ റെസൊണൻസ് ഒക്കർ വെൻ ദ കപ്പാസിറ്റി റിയാക്ടൻസ് ആൻഡ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്. ഫസ്റ്റ് പറഞ്ഞ പോയിന്റ് ആണ് കപ്പാസിറ്റി റിയാക്ടൻസും ഇൻഡക്റ്റീവ് റിയാക്ടൻസും ഈക്വൽ ഓപ്പോസിറ്റ് ആവുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് അവിടെ റെസൊണൻസ് എന്നൊരു കണ്ടീഷൻ കിട്ടുന്നത്. സെക്കൻഡ് പോയിന്റ്, ദ ഇംപെഡൻസ് ഈസ് പ്യുവർലി റെസിസ്റ്റീവ്. അവിടുത്തെ ഇംപെഡൻസ് എന്തായിരിക്കും? അതിൽ റെസിസ്റ്റൻസ് മാത്രമേ കാണത്തുള്ളൂ. Z equal to ZR ആവുന്നല്ലോ, XL equal to XC ആവുന്ന സമയത്ത്. അതാണ് പറയുന്നത് സെക്കൻഡ് പോയിന്റ്. തേർഡ് പോയിന്റ് റെസൊണൻസ് ഫ്രീക്വൻസി ആണ്. FR is equal to 1/2π√LC. നമ്മളിപ്പോൾ പറഞ്ഞ അത്രയും പോയിന്റ്സിനെ ഒന്ന് ബ്രീഫ് ചെയ്ത് പറയാം, സമ്മറൈസ് ചെയ്ത് പറയുന്നതാണ് ഈ പോയിന്റ്സ്. ഇത്രയും വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ റെസൊണൻസ് കണ്ടീഷൻ എന്താണെന്ന് കിട്ടും. ദ ഇംപെഡൻസ് ഈസ് മിനിമം ആൻഡ് ദ കറന്റ് ഈസ് മാക്സിമം. ഓക്കെ, ഇംപെഡൻസ് കുറവാണ്, കറന്റ് മാക്സിമം ആണ്. ഇനി അടുത്ത അക്സെപ്റ്റർ സർക്യൂട്ട് എന്ന് പറയുന്ന റീസൺ ആണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കുക. നേരത്തെ പറഞ്ഞ ടോപ്പിക്കിനെ പോയിന്റിനാണ് കിടക്കുന്നത്. ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കുക. കറന്റ് എന്തായിരിക്കും ഇവിടെ? മാക്സിമം ആയിരിക്കും ആ ഒരു ഫ്രീക്വൻസിയിൽ. ദെൻ സീരീസ് റെസൊണൻസ് ക്യാൻ ഒക്കർ അറ്റ് ഓൾ വാല്യൂസ് ഓഫ് ദ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ത് ചെയ്യുന്നില്ല? ഡയറക്റ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഏതൊരു വാല്യൂവിൽ എന്ത് ചെയ്യാം? റെസൊണൻസ് കണ്ടീഷൻ ഒക്കർ ചെയ്യാം. രണ്ട് ഈക്വൽ ആവണമെന്നേ ഉള്ളൂ. XL XC ഈക്വൽ ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഏതൊരു വാല്യൂവിൽ എന്ത് ചെയ്യാൻ പറ്റും? റെസൊണൻസ് കണ്ടീഷൻ ഒക്കർ ചെയ്യാൻ പറ്റും. അടുത്ത പോയിന്റ് ആണ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു ദ അപ്ലൈഡ് വോൾട്ടേജ്. റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വരുന്ന എന്തായിരിക്കും? ആ വോൾട്ടേജ് എന്ന് വെച്ചാൽ അപ്ലൈഡ് വോൾട്ടേജിന് എന്തായിരിക്കും? അവിടെ ഈക്വൽ ആയിരിക്കും. അത് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഇല്ല. നമ്മൾ എത്ര വോൾട്ടേജ് ആണ് കൊടുക്കുന്നത് അതിന് എന്ത് ചെയ്യുന്നുണ്ട്? റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് അവിടെ നമുക്ക് കാണാൻ പറ്റും. അതായത് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും പുറത്ത് ഒരു വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ശരിക്കും ഉണ്ട്. പക്ഷെ അത് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യുന്നത്? ക്യാൻസൽ ചെയ്ത് പോകുന്നത്. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്ത് ചെയ്യും? റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട്. ഏതാണ്? നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് മാത്രം, വേറെ അഡീഷണൽ ആയിട്ട് എന്തില്ല? വോൾട്ടേജ് ഇല്ല. പിന്നെ ഇവിടെ വോൾട്ടേജ് അക്രോസ് ദ ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ ഈക്വൽ ആൻഡ് ഹാസ് എ ഫേസ് ഡിഫറൻസ് ഓഫ് 180 ഡിഗ്രി. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെയും അക്രോസ് വോൾട്ടേജ് എന്താണ്? അതൊരു 180 ഡിഗ്രി ഈക്വൽ ആയിരിക്കും. പക്ഷെ ഒരു ഫേസ് ഡിഫറൻസ് 180 ഡിഗ്രി ഉണ്ട്. കാരണം അത് ഫേസ് ഡിഫറൻസ് വരേണ്ട റീസൺ എന്താണ്? ഇൻഡക്ടറിന്റെ കേസിൽ ഒരു π/2 ഉണ്ട്. π/2 മീൻസ് 90 ഡിഗ്രി ആണ്.
അതേപോലെ കപ്പാസിറ്ററിന്റെ കേസിൽ വരുന്നത് ഒരു π/2 ഉണ്ട് 90 ഡിഗ്രി. അപ്പോൾ 90 പ്ലസ് 90 എന്ത് വരും? അത് 180 ഡിഗ്രി ആയിരിക്കും, അല്ലെങ്കിൽ പൈ എന്ന് കിട്ടും. ഓക്കെ, അതാണ് ടോട്ടൽ ഫേസ് ഡിഫറൻസ് എന്ന് പറയുന്നത്. Next, voltage across the inductor and capacitance will be very high compared to the applied voltage. Hence, a series resistance circuit is used to obtain a large magnification of AC voltage. അതാണ് ഞാൻ നേരത്തെ പറയുന്ന ഒരു പോയിന്റ്. അവിടെ ഇൻഡക്ടറിന് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്താണ്? അത് നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനെക്കാട്ടി കുറച്ച് കൂടിയ വോൾട്ടേജ് ആയിരിക്കും. പക്ഷെ അത് ക്യാൻസൽ ആയി പോകും. പിന്നെ മോഡിഫിക്കേഷൻ ഒക്കെ വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? കാറിന്റെ അവിടെ എടുക്കാൻ പറ്റും. ഓക്കെ, അത് വേറെ സർക്യൂട്ട് ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പൊ ഇതിൽ നമുക്ക് നോർമലി ആ മാഗ്നിഫിക്കേഷൻ ക്യാൻസൽ ആയി പോകും. പക്ഷെ ഇവിടെ നമ്മൾ പറയുന്നത് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഒരു സീരീസ് എൽസിഎസ് സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് ഒരു AC വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു സിഗ്നൽ മാഗ്നിഫിക്കേഷൻ അവിടെ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതാണ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നതാണ് Q വാല്യൂ എന്ന് പറയുന്ന കാര്യം. ദാറ്റ് ഈസ് ഇവിടെ ഈ Q വാല്യൂ മീൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Q വാല്യൂ എന്ന് വെച്ചാൽ ഫിഗർ ഓഫ് മെറിറ്റ് ആണ്. അല്ലെങ്കിൽ ഫിഗർ ഓഫ് മെറിറ്റ് എന്ന് വെച്ചാൽ ഒരു ഡിവൈസിന്റെ നമുക്ക് എത്രത്തോളം അതിന് പെർഫോമൻസ് കിട്ടും എന്നൊരു കാൽക്കുലേഷൻ എന്ത് ഈ ഫിഗർ ഓഫ് മെറിറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഫിഗർ ഓഫ് മെറിറ്റ് ഓഫ് ദ ഗാൽവനോമീറ്റർ എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഈസ് figure of merit means the quantity used to characterize the performance of a device, system, method relative to alternative. അപ്പോൾ മറ്റൊരു സർക്യൂട്ട് ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു അഡീഷണൽ ആയിട്ട് എക്സ്ട്രാ കിട്ടുന്ന ഒരു എക്സ്ട്രാ പോയിന്റ് എന്താണെന്നുള്ളത് ഫിഗർ ഓഫ് മെറിറ്റ് വെച്ചിട്ട് നോക്കുന്നത്. അപ്പോൾ Q factor is the quality of figure of merit of the resonance circuit, and it is determine the sharpness of the resonance of the circuit and hence the selectivity. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? Q ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുന്നത് ഷാർപ്നെസ് ആണ്. എത്രത്തോളം റെസൊണൻസ് ഷാർപ്പ് ചെയ്യാൻ പറ്റും. നേരത്തെ നമ്മൾ പറഞ്ഞു ഷാർപ്നെസ് എന്താണ്? I0 വാല്യൂ കിട്ടുന്ന ഒരു പീക്ക് പോയിന്റ് ആണ് ഷാർപ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? അത്രയും സെലക്ടിവിറ്റി ഇടും. ആണ് നേരത്തെ പറഞ്ഞ 10.1 ഹെഡ്സ് വന്നാൽ പോയിന്റ് സ്കെയിലിൽ വന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാം? അത്രയും ഷാർപ്പ് ആയി കഴിഞ്ഞാൽ അത്രയും ക്ലിയർ ആയിട്ട് ആ ഒരു ചാനൽ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും, ആ ഒരു ഫ്രീക്വൻസി. അപ്പോൾ അതാണ് എന്ത് പറയുന്നത് Q ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ Q ഫാക്ടറിന്റെ ഇക്വേഷൻ നോക്കാം. Q factor is the ratio of potential difference across the inductance or capacitance to the potential difference across the resistance is called the quality factor or Q factor. അതായത് വോൾട്ടേജ് അക്രോസ്, അതായത് ഇൻഡക്ടറിന്റെ അവിടെ വോൾട്ടേജും ഡിവൈഡ് ബൈ റെസിസ്റ്റൻസ് എടുക്കുക. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക? കപ്പാസിറ്റർ അക്രോസ് വരുന്ന വോൾട്ടേജ് ഡിവൈഡ് ബൈ എന്ത് ചെയ്യുക? റെസിസ്റ്റൻസ് അക്രോസ് വെച്ച് വരുന്ന വോൾട്ടേജ് എടുക്കുക. ഇപ്പൊ ഈ IL ഒമേഗ എന്താണ്? അത് I into XL ആണ്. XL മീൻസ് ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആണ്. അപ്പോൾ അതൊരു റെസിസ്റ്റൻസിന്റെ പാരാമീറ്റർ ആണ്. I into R വോൾട്ടേജ് ആണ്. ഓംസ് ലോ അനുസരിച്ച് I into R എന്ന് വെച്ചാൽ വോൾട്ടേജ് ആണ്. അപ്പോൾ അതാണ് ഇവിടെ കിടക്കുന്നത് എന്താണ്? ഇതൊരു വോൾട്ടേജ് ടേം ആണ്, ഇതും എന്താണ്? ഒരു വോൾട്ടേജ് ടേം ആണ്. അപ്പോൾ രണ്ടും ഇപ്പോൾ വോൾട്ടേജ് ടേം ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഐയും ക്യാൻസൽ ആവും, L ഒമേഗ ബൈ R എന്നായിട്ട് മാറും. അതേപോലെ തന്നെ കപ്പാസിറ്ററിന്റെ കേസ് എടുത്താൽ ഇതിപ്പോ ഇത് 1/C ഒമേഗ, I അല്ല കേട്ടോ, ഇത് 1 അല്ല സോറി I തന്നെ ഓക്കെ, I into 1/C ഒമേഗ. ഓക്കെ, I into 1/C ഒമേഗ ആണ്. I into 1/C ഒമേഗ. അപ്പോൾ അതാണ് I/C ഒമേഗ എന്നായിട്ടുള്ളത്. അപ്പോൾ അതെന്ത് ചെയ്യാം? ഐ ഒക്കെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ 1/C ഒമേഗ into R ആയിട്ട് മാറും. അതും എന്താണ്? ക്വാളിറ്റി ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ്. അപ്പോൾ ക്വാളിറ്റി ഫാക്ടർ എക്സാമിനേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും? അവിടെ നമുക്ക് എല്ലിന്റെയും ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിക്കും, ഇൻഡക്ടറിന്റെ വാല്യൂ തന്നിക്കും, ഫ്രീക്വൻസിയുടെ വാല്യൂ തന്നിക്കും, റെസിസ്റ്റൻസും കറണ്ടും ഒക്കെ തന്നിക്കും. അപ്പോൾ എന്ത് ചെയ്യാം? ചിലപ്പോൾ ഇക്വേഷൻ ബേസ് ആയി തന്നിരിക്കുന്നത്, ദാറ്റ് ഈസ് E equal to E0 sin ഒമേഗ t എന്ന് പറഞ്ഞിട്ടാണ് തന്നിരിക്കുന്നത്. അതിൽ നിന്ന് വാല്യൂസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക? ക്വാളിറ്റി ഫാക്ടർ ഡിറ്റർമിൻ ചെയ്യുക. അതാണ് ഇതിന്റെ പ്രോബ്ലംസ് എന്ന് പറയുന്നത്. അപ്പോൾ അറ്റ് റെസൊണൻസ് കണ്ടീഷൻ ഇത് രണ്ടും എന്തായിരിക്കും? റെസൊണൻസ് കണ്ടീഷൻ ആവുന്ന സമയത്ത് ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അത് റെസൊണൻസ് കണ്ടീഷൻ വെച്ചിട്ട് പറയുന്നതാണ് രണ്ടും ഈക്വൽ ആവുന്ന കേസ്. ഇതാണ് ക്വാളിറ്റി ഫാക്ടർ അല്ലെങ്കിൽ Q ഫാക്ടർ. അപ്പോൾ എത്രത്തോളം സെലക്ടിവിറ്റി കിട്ടും എന്നൊരു മെഷർമെന്റ് ആണ് എന്ത് ക്വാളിറ്റി ഫാക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കേണ്ട ട്യൂണിംഗ് ദ ഏരിയ ഓഫ് ദ റേഡിയോ റിസീവർ. ട്യൂണിംഗ് മീൻസ് എന്താണ്? ഞാൻ പറഞ്ഞല്ലോ, സർക്യൂട്ട് ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് സിഗ്നൽസ് സെലക്ട് ചെയ്യാൻ പറ്റും, ചാനൽസ് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു റേഡിയോ റിസീവറിന്റെ വർക്കിംഗ് ചെറിയൊരു ബേസിക് ഐഡിയ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇത്രയും മാത്രമല്ല റേഡിയോ റിസീവറിൽ കുറച്ചുകൂടി സർക്യൂട്ടറീസ് ഒക്കെ ഉണ്ട്, എന്നാൽ മാത്രമേ കറക്റ്റ് റിസീവിംഗ് കിട്ടുള്ളൂ. പക്ഷേ ഇത് ആ ഒരു റിസീവിംഗ് സെക്ഷൻ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് വരുന്ന രണ്ട് ഇൻഡക്ടേഴ്സ് വരും. ഒരു ഇൻഡക്ടർ നമ്മൾ കണക്ട് ചെയ്യുന്ന നമ്മുടെ കോയിലും ആന്റിനയായിട്ടും ആയിരിക്കും. അപ്പോൾ FM റേഡിയസിൽ ആന്റിന കാണുമല്ലോ, അറിയാലോ. FM റേഡിയസിൽ എന്ത് ചെയ്യുന്നു? നമ്മൾ ആന്റിനാസ് കണക്ട് ചെയ്യും. നമ്മുടെ കാറിന്റെ മുകളിൽ നോക്കി അറിയാം, ഒരു ഏരിയയിൽ അവിടെ കാണും. അത് ശരിക്കും എന്താണ്? അത് ആന്റിനയാണ്, FM റേഡിയോയുടെ റിസീവിംഗ് ആന്റിനയാണ്. അപ്പോൾ അവിടെ ഒരു ഇൻഡക്ടൻസ് കാണും. ഒരു തൊട്ടടുത്ത വേറെ ഇൻഡക്ടർ കാണും. അപ്പോൾ ഇതാണ് എന്ത്? ടാങ്ക് സർക്യൂട്ട് വരുന്ന ഇൻഡക്ടർ. ഇങ്ങോട്ട് പിന്നെ ഒരു റെസിസ്റ്റർ കാണും. അപ്പോൾ ഇവിടെ വേരിയബിൾ കപ്പാസിറ്റർ കാണും. അപ്പോൾ ഈ വേരിയബിൾ കപ്പാസിറ്റർ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് കിട്ടും? എനിക്ക് അവിടെ പർട്ടിക്കുലർ സ്റ്റേഷൻ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ട്യൂണിംഗ് റേഡിയോ ട്യൂണിംഗിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതി ഇത്രയും കാര്യം. നമ്മൾ ആ ട്യൂണിംഗ് റേഡിയോ സെലക്ട് ചെയ്യുന്ന സമയത്ത് പർട്ടിക്കുലർ ഫ്രീക്വൻസി എത്തുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് മാക്സിമം കറണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു ചാനൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന്റെ ഇക്വേഷൻ FR is equal to 1/2 pi root LC. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ അത്രയും കാര്യങ്ങളൊന്ന് ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഈ ഒരു ട്യൂണിംഗ് അവിടെ എഴുതാൻ പറ്റും. വേറെ പ്രത്യേകിച്ച് അഡീഷണൽ ആയിട്ട് ഒരു കാര്യമില്ല. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അതേ കണ്ടീഷൻ തന്നെ എല്ലാം എന്ത് ചെയ്യുക? റെസൊണൻസ് കണ്ടീഷൻ ഇവിടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യുക.
That is, the current അവിടെ കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, we can select a particular station by changing the value of the adjustable capacitor C. Programs from different station can be received. അപ്പോൾ ഇവിടെ വരച്ചിട്ടുള്ള ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടല്ലോ C എന്ന് പറയുന്നത്, ഈ ഒരു കപ്പാസിറ്റർ നമ്മൾ വേരി ചെയ്ത് എന്ത് കിട്ടും, ഈ ഒരു കപ്പാസിറ്ററിനെ വേരി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡിഫറെന്റ് ചാനൽസ് ഡിഫറെന്റ് പ്രോഗ്രാംസ് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റേഷൻ റേഡിയോ സ്റ്റേഷനിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടി വി സർക്യൂട്ടിന്റെ റിസീവിങ് മുൻകാലങ്ങളിലെല്ലാം ഇതുപോലെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊക്കെ പിന്നെ വേറെ സർക്യൂട്ടും കുറെ കാര്യങ്ങളുണ്ടെങ്കിൽ അത് S5 ഇലക്ട്രോണിക്സിനകത്ത് കുറച്ച് പഠിക്കും. അത് S5 ഇലക്ട്രോണിക്സിനകത്ത് നിങ്ങൾക്ക് പഠിക്കാറുണ്ട് കുറച്ച് റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, AM റിസീവർ, FM റിസീവർ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ പഠിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്യൂണിംഗ് ദ ഏരിയ ഓഫ് എ റേഡിയോ റിസീവർ എന്ന് പറയുന്നത്. അടുത്ത് നോക്കുക, പവർ അസോസിയേറ്റഡ് വിത്ത് LCR സർക്യൂട്ട് ആണ്. ഇപ്പോൾ പവറിന്റെ ഇക്വേഷൻ നോർമലി നമുക്കറിയാം P = I × V ആണ്. വോൾട്ടേജ് ഇൻറ്റു കറണ്ട് ആണ് എന്ത്, പവർ. അപ്പോൾ പവർ മീൻസ് എന്താണ്, ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ്, അല്ലെങ്കിൽ ഒരു റേറ്റ് അറ്റ് വിച്ച് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂംഡ് ആണ് എന്ന് പറയുന്നത് പവർ എന്ന് പറയുന്നത്. അപ്പോൾ എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി എന്ത് ചെയ്യുന്നു, പെർ ടൈമിൽ നമ്മൾ ഉപയോഗിക്കുന്നു. ഒരു സിസ്റ്റം വർക്ക് ചെയ്യാനായിട്ട്, ഒരു സർക്യൂട്ട് വർക്ക് ചെയ്യാനായിട്ട് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ്, P = I × V. ഇനി ഇതിന് വേറെ റിലേഷൻ ഉണ്ട്, P = I² RT വേറെ റിലേഷൻസ് ഒക്കെ ഉണ്ട് പവറിന്. നമുക്കിപ്പോൾ ഇവിടെ ഒന്ന് മതി, P = I × V എന്ന് പറയുന്ന റിലേഷൻ മാത്രം മതി. അപ്പോൾ ഈ ഒരു റിലേഷൻ വെച്ചിട്ട് നോക്കുക. പക്ഷെ ഇവിടെ കണ്ടീഷൻ പറയുന്നത്, നമ്മൾ ഇത്രയും നേരം പറഞ്ഞ സമയത്ത് റെസിസ്റ്റർ നമ്മൾ എന്ത് മാറ്റി നിർത്തിയത്, കാരണം റെസിസ്റ്റർ വേറെ ഒരു പ്രോബ്ലം ഒന്നും ഉണ്ടാക്കുന്നില്ല, അല്ലെങ്കിൽ സർക്യൂട്ടിലെ ഫേസ് ഡിഫറൻസോ വേറെ ഒന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഈ പവറിന്റെ കേസ് വരുമ്പോൾ ഇവിടെ റെസിസ്റ്റൻസിന് എന്തുണ്ട്, ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മുടെ സാധാരണ നോക്കുന്ന സമയത്ത് ഈ LCR സർക്യൂട്ടിൽ ഇൻഡക്ടറോ കപ്പാസിറ്ററോ എന്ത് ചെയ്യുന്നില്ല, പവർ ഡിസിപ്പേഷൻ ഒരുപാടായിട്ട് നടത്തുന്നില്ല, അത് പവറിനെ വേസ്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇൻഡക്ടർ എന്ത് ചെയ്യും, ഇൻഡക്ടർ AC പോസിറ്റീവ് ഹാഫ് സൈക്കിളിൽ, ഇപ്പോൾ AC പോസിറ്റീവ് ഹാഫ് സൈക്കിൾ എന്ത് ചെയ്യും, ഇൻഡക്ടർ ചാർജ് ആവും, മാഗ്നറ്റൈസ് ആവും, ഇൻഡക്ടർ മാഗ്നറ്റൈസ് ആവും. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഇൻഡക്ടർ ഡീമാഗ്നറ്റൈസ് ചെയ്തിട്ട് ഈ പവറിനെ എന്ത് ചെയ്യും, തിരിച്ച് AC ജനറേറ്ററിലോട്ട് കൊടുക്കും. ഓക്കെ, AC ജനറേറ്ററിലോട്ട് ഈ ഒരു പവറിനെ തിരിച്ചു കൊടുക്കും. ഇതേപോലെ തന്നെ കപ്പാസിറ്റർ എന്ത് ചെയ്യും, കപ്പാസിറ്റർ പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ആവുന്ന സമയത്ത് കപ്പാസിറ്റർ ചാർജ് ആവും. അടുത്ത നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്തിട്ട് ഈ പവറിനെ എന്ത് ചെയ്യും, അത് ആ ഒരു സർക്യൂട്ടിലോട്ട് തിരിച്ചു കൊടുക്കും, AC ജനറേറ്ററിലോട്ട്. അങ്ങനെ എന്ത് ചെയ്യും, ഒരു പവർ മെയിൻറ്റെയിൻ ചെയ്ത് അവിടെ പോകും. അവർ അഡ്ജസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, പവർ അങ്ങോട്ട് ഇങ്ങനെ ഷെയർ ചെയ്ത് നിന്നോളും. പക്ഷേ ഈ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യും, സീരീസ് കണക്ഷൻ ആണ്, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് എന്ത് ചെയ്യാം, അവിടെ കുറച്ച് പവർ വരാം, അല്ലെങ്കിൽ കറണ്ട് വരാം. ഇവിടെ വരുന്ന കറണ്ട് എന്ത് ചെയ്യും, റെസിസ്റ്റർ അതിനെ തിരിച്ചു കൊടുക്കത്തില്ല. കാരണം റെസിസ്റ്റർ ഈ പവറിന് സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യും, റെസിസ്റ്റർ ഹീറ്റ് ആവും. റെസിസ്റ്റർ ഹീറ്റ് ആയി ആ ഹീറ്റ് എനർജി എന്ത് ചെയ്യും, പുറത്തോട്ട് പോകും. അങ്ങനെ എന്ത് ചെയ്യാണ്, ഇവിടെ ഇലക്ട്രിക്കൽ എനർജി അവിടെ ഹീറ്റ് എനർജി കൺവേർട്ട് ചെയ്ത് ഡിസിപ്പേറ്റ് ചെയ്ത് പോകും. കാരണം റെസിസ്റ്ററിന് ഹീറ്റ് എനർജി തിരിച്ച് നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറ്റാൻ ഒരു കപ്പാസിറ്റി ഒന്നുമില്ല. കാരണം അതിന് പിന്നെ നമുക്ക് തെർമോ കപ്പിൾ എന്ന ഡിവൈസസ് ഒക്കെ വേണ്ടി വരും. അതാണ് ഹീറ്റ് എനർജിയൊക്കെ ടെമ്പറേച്ചർ വേരിയേഷനെ കറണ്ട് ആക്കി മാറ്റുന്ന ഡിവൈസ് എന്ന് പറയുന്നത്. അപ്പോൾ റെസിസ്റ്റർ എന്ത് ചെയ്യാൻ പറ്റില്ല, ഈ ഒരു എനർജി തിരിച്ചു കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ ഈ ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യും, ഇവിടെ പവർ കുറച്ച് ലോസ് ഉണ്ടാക്കും. അവിടെ കോമൺലി ഒരു LCR സർക്യൂട്ടിൽ പവർ ലോസിന് കാരണമാവുന്നത് എന്തായിരിക്കും, റെസിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ ഒരുപാട് കൂട്ടാൻ പറ്റില്ല. കാരണം എന്താണ്, പവർ ലോസ് ഉണ്ടായിട്ട് അവിടെ ലോസ് വരാം. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത് പവറിന്റെ കേസിൽ. അപ്പോൾ ഇത്രയും കാര്യമാണ് ഇതിനകത്ത് ഇത്രയും ഡെഫിനിഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെറിവേഷനിലോട്ട് പോകാം. Thus the energy flow from the generator to L and C and the back from the L and C to the generator. L-ലും C-ലും വരുന്ന എനർജി എന്ത് ചെയ്യുന്നുണ്ട്, നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ആകുമ്പോൾ തിരിച്ചത് വെക്കുള്ളൂ. ക്വാർട്ടർ ഹാഫ് ആകുമ്പോൾ എന്ത് ചെയ്യും, അത് തിരിച്ചു വെക്കുള്ളൂ. പക്ഷേ റെസിസ്റ്റർ മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ തെർമൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എന്ത് ചെയ്യാൻ പറ്റില്ല, തിരിച്ച് നമുക്ക് റിട്ടേൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ വാല്യൂസ് എടുക്കുമ്പോൾ നമ്മൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ അവിടെ കുറച്ചെടുക്കേണ്ടി വരും. ദാറ്റ് ഈസ് ഇയുടെയും ഐയുടെയും വാല്യൂസ് അറിയാലോ. ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജ് E = E0 sin ω t, I = I0 sin ω t -5 വരാൻ കാരണം ഇവിടുത്തെ ഫേസ് ഡിഫറൻസ് കാണിക്കാനാണ്. കാരണം റെസിസ്റ്റൻസ് സർക്യൂട്ട് മാത്രമായി നമ്മൾ എന്ത് ചെയ്യത്തില്ല, ഫേസ് ഡിഫറൻസ് കാണിക്കൂലായിരുന്നു. പക്ഷേ ഇവിടെ നമുക്ക് ഇൻഡക്ടറും കപ്പാസിറ്ററും കൂടി വന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, ഫൈയുടെ വാല്യൂ എടുത്തിട്ടുണ്ട്. ഫൈയുടെ വാല്യൂ എന്ത് ചെയ്യാം, ഇൻഡക്ടറിന്റെ കപ്പാസിറ്ററിന്റെ വാല്യൂ മാറുന്നതനുസരിച്ച് ഫൈയുടെ വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റും. അപ്പോൾ ഇവിടെ ഫൈ എന്ന് പറയുന്നത് ഫേസ് ഡിഫറൻസ് ആണ് കറണ്ടിന്റെ വോൾട്ടേജിന്റെ. ഇയും ഐയും എന്ത് ചെയ്യുന്നു, ടൈം അനുസരിച്ച് വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ P = V × I എന്ന് എഴുതിയപ്പോഴാണ് ഇപ്പോൾ എന്ത് ചെയ്യുന്നത്, E × I എഴുതിയിരിക്കുന്നത്. Vക്ക് പകരം E കൊടുത്തിട്ടുണ്ട്. E × I ചെയ്യുമ്പോൾ E0 I0 sin ω t -5 എന്നായിട്ട്. ഓക്കെ, ഇത് എന്ത് ചെയ്തു, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്കിപ്പോൾ ഇത്രയും ടേംസ് നോക്കാം. ഇതെന്താണ്, sin A - B യുടെ A - B ആണ്, sin A - B ആണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ ഇവിടെ കിടക്കുന്നത്. ഇത് sin A - B ആണ്. ഇപ്പോൾ A - B യുടെ എക്സ്പാൻഷൻ അറിയാലോ. sin A - B മീൻസ് sin A cos B minus cos A sin B. അപ്പോൾ അതാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ഇതിനകത്ത് എക്സ്പാൻഷൻ കിടക്കുന്നത്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഇവിടെ എന്ത് ചെയ്യുക, അതിനകത്തോട്ട് ഈ sin ω t എന്ത് ചെയ്യുക, അകത്തോട്ടൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അകത്തോട്ട് എന്ത് ചെയ്യണം, ഈ sin ω t മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ എന്തായി മാറും, ഇവിടെ sin² ω t cos ∅ എന്നായിട്ട് മാറും. ഇവിടെ
സൈൻ ഒമേഗ ടി സൈൻ ഫൈ കോസ് ഒമേഗ ടി എന്നിട്ട് മാറും. ഇത് നമുക്ക് സ്ക്വയർ എടുക്കാൻ പറ്റില്ല, കാരണം രണ്ടും ഡിഫറെന്റ് ആംഗിൾസ് ആണ് വരുന്നത്, സ്ക്വയർ ചെയ്യാൻ പറ്റില്ല. അതിനുശേഷം എന്ത് ചെയ്യണം, ഇവിടെ നമ്മളിപ്പോ കോസ് ഫൈ സൈൻ സ്ക്വയർ ഒമേഗ ടി മൈനസ് E0, ഈ E0 I0 എന്ത് ചെയ്യുന്നു, അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് കൊടുത്ത സമയത്ത് സൈൻ 2 ഒമേഗ ടിക്ക് പകരം എന്ത് ചെയ്യാം, 2 സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ ഒരു സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടി ഇതിന് പകരം എന്ത് ചെയ്യാം, ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ അതിനെ സൈൻ 2 ഒമേഗ ടി ഡിവൈഡ് ബൈ 2 എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഈ ഒരു ഇക്വേഷൻ ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അതാണ് ഈ E0 ഡിവൈഡ് ബൈ 2 എന്നത്. ഇതിലുള്ള 2 ആണ്. ഈ 2 എന്ത് ചെയ്തു അങ്ങോട്ട് കൊടുത്തു. അതിനുശേഷം ഈ സൈൻ ഒമേഗ ടി കോസ് ഒമേഗ ടിക്ക് പകരം നമ്മൾ എന്ത് ചെയ്തു, സൈൻ 2 ഒമേഗ ടി സൈൻ ഫൈ എന്ന് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നമുക്ക് ഇതിന് ആവറേജ് വാല്യൂ എടുക്കണം. അപ്പൊ ആവറേജ് വാല്യൂ എടുക്കുക എന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഈ ഒരു പവർ ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഇൻസ്റ്റന്റീനിയസ് പവർ ആണ്, അത് ഒരു ഇൻസ്റ്റന്റിൽ മാത്രം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, ടോട്ടൽ സൈക്കിൾ കംപ്ലീറ്റ് സൈക്കിൾ എസിയുടെ കംപ്ലീറ്റ് സൈക്കിളിലുള്ള പവർ നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം ഇൻ പെർ ടൈം. ഓക്കെ, പെർ ടൈം. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ഡിവൈഡ് ബൈ ഡി ടി കൊടുക്കുന്നു, EI ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി ടി. ഇത് ഡി ടി കൊടുക്കാൻ കാരണം അവിടെ പെർ ടൈം കാണിക്കാനാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. ഇന്റഗ്രൽ 0 to t കംപ്ലീറ്റ് സൈക്കിൾ ആണ്. 0 to t മീൻസ് 0 കംപ്ലീറ്റ് സൈക്കിൾ, ഒരു എസിയുടെ കംപ്ലീറ്റ് സൈക്കിൾ ആണ് എന്ത് ചെയ്യുന്നത് അവിടെ പറയുന്നത്. ഇത് മുതൽ ഇതുവരെ ഇതാണ് ടി എന്ന് പറയുന്ന ടൈം പീരീഡ്. കംപ്ലീറ്റ് ടൈം 0 to t EI dt എന്ന് കിട്ടും, ഡിവൈഡ് ബൈ ഇന്റഗ്രൽ 0 to t dt എന്ന് കിട്ടും. അപ്പോൾ ഈ dt-യുടെ ഇന്റഗ്രൽ എന്തായിരിക്കും, അത് t ആയിരിക്കും, സ്മോൾ t വരും. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ t ആയിരിക്കും വരുന്നത്, അതാണ് 1/t എന്ന് പറയുന്നത്. ബാക്കിയോടെ കൊടുക്കുന്ന സമയത്ത് EI-യുടെ വാല്യൂ ഇത്രയും എക്സ്പാൻഷൻ ഉണ്ടല്ലോ, ഇത്രയും ടേംസ് ഉണ്ട്. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം, എല്ലാത്തിലും ഇന്റഗ്രേഷൻ അവിടെ കൊടുക്കണം. dt വരുന്ന ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ച് ടേംസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ആയി പോകും. പിന്നെ നമുക്ക് റിസൾട്ട് ഓൾറെഡി അറിയുന്ന കുറച്ച് റിസൾട്ട് ഉണ്ട്. അതായത് ഇന്റഗ്രൽ സൈൻ സ്ക്വയർ ഒമേഗ ടി ഡി ടി എന്താണ്, അത് t/2 ആണ്. ഇന്റഗ്രൽ 0 to t സൈൻ 2 ഒമേഗ ടി എന്തായിരിക്കും, അത് 0 ആണ്. അതായത് ഇവിടുത്തെ ഇന്റഗ്രലിന്റെ റിസൾട്ട് t/2 ആണ്. നിങ്ങൾ സോൾവ് ചെയ്യാൻ നിൽക്കേണ്ട, ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്താൽ മതി, റിസൾട്ട് അവിടെ എഴുതിയാൽ മതി t/2 എന്ന്. അതേപോലെ തന്നെ ഇവിടെയും ഇതെന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോകും. കാരണം ഇത് സൊല്യൂഷൻ ചെയ്യാൻ നമുക്ക് 1 മൈനസ് കോസ് ഒമേഗ കൊസീക് സ്ക്വയർ തീറ്റ എന്നൊക്കെ പറഞ്ഞ് എക്സ്പാൻഡ് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ഇത് സോൾവ് ചെയ്തുകൊണ്ട് വരാൻ പറ്റും. വേറെ മെത്തേഡ് എനിക്ക് അറിയത്തില്ല, ചെയ്യുമ്പോൾ എന്തായാലും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. അപ്പൊ അത്രയും ചെയ്യാൻ നിൽക്കണം, കാരണം പവർ എന്നൊക്കെ പറഞ്ഞിട്ട് എസ് എ ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. അപ്പൊ അത് 4 മാർക്കൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ 2 മാർക്കിന്റെ അവിടെ എവിടെയെങ്കിലും ചോദിക്കില്ല. അപ്പൊ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഈ റിലേഷൻ ഡയറക്റ്റ് എഴുതി പോയാൽ മതി. ഓക്കെ, അപ്പൊ അതെന്തായി കിട്ടും, ഈ ഒരു ടേം 0 ആയിട്ട് പോകും. അപ്പൊ ഈ ഒരു ടേം 0 ആയി കഴിഞ്ഞാൽ ഇത്രയും ടേം എന്താവും, 0 ആവും. ബാക്കി ഇവിടെ നമുക്ക് t/2 വന്നു, E0 I0 divided by t into t/2 of t cancel out, 0 ആയിട്ട് ഈ ഒരു ടേം 0 ആയി. ബാക്കി എന്ത് വരുന്നുണ്ട്, ബാക്കി വരുന്നത് ദാറ്റ് ഈസ് E0 I0 by 2 cos φ എന്നായിട്ട് മാറി. അപ്പൊ ഇങ്ങനെ എടുത്ത് നമുക്ക് വേറൊരു വാല്യൂലോട്ട് മാറ്റാൻ പറ്റില്ല. അപ്പൊ അതിന് വാല്യൂട്ട് മാറ്റാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ 2-നെ, അപ്പൊ 2-നെ എനിക്ക് എന്ത് ചെയ്യാം, 2 is equal to √2 into √2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഒരു നമ്പറിന് രണ്ട് പ്രാവശ്യം റൂട്ട് എടുത്ത് എന്ത് കിട്ടും, ആ നമ്പറിനെ കിട്ടും. √2 into √2 2 ആണ്. അപ്പൊ അത് എന്ത്, ഈ 2-ന് പകരം ഞാൻ അവിടെ √2 into √2 എന്ന് എഴുതി. ഒരു റൂട്ട് ഞാൻ E0 by അവിടെയും കൊടുത്തു, ഒരു റൂട്ടിന് ഞാൻ I0 ബൈയും കൊടുത്തു. അപ്പൊ എന്ത് ചെയ്യും, cos φ എന്ന് കിട്ടും. അവിടെ E0 by √2 എന്താണ്, അത് അവിടുത്തെ ERMS വാല്യൂ ആണ്. I0 by √2 അവിടുത്തെ IRMS വാല്യൂ ആണ്. ഇത് cos φ എന്ന് കിട്ടി. അപ്പൊ ഇത് ശരിക്കും എന്താണ്, ഇത് അവിടുത്തെ ഫ്രിക്ച്വൽ വോൾട്ടേജ് ആണ്. ERMS വാല്യൂ അത് ഞാൻ ERMSന്റെ വാല്യൂ ഒന്ന് പഠിപ്പിച്ച സമയത്ത് പറഞ്ഞത്, ഞാൻ കറക്റ്റ് ഒരു വോൾട്ടേജ് അല്ല, ഒരു ഫിക്ടീഷ്യസ് വോൾട്ടേജ് പോലെ അവിടെ ആക്ട് ചെയ്യപ്പെടുന്ന ഒരു വോൾട്ടേജ് ആണ്. അതാണ് ERMS എന്ന് പറയുന്നത്. IRMS എന്തായിരിക്കും, അവിടുത്തെ വിർച്വൽ കറണ്ട് ആയിരിക്കും, അല്ലെങ്കിൽ വിർച്വൽ ആംപിയർ എന്ന് പറയാം. ഇത് cos φ, ദാറ്റ് ഈസ് ഇത് രണ്ടും കൂടി കൂട്ടുന്ന സമയത്ത് നമുക്ക് വിർച്വൽ പവർ എന്ന് പറയാം. ട്രൂ പവർ എന്ന് വെച്ചാൽ E ആണ്. അപ്പോൾ ട്രൂ പവർ ഈസ് ഈക്വൽ ടു അപ്പാരന്റ് പവർ ഇൻറ്റു cos φ. ഓക്കെ, ട്രൂ പവർ എന്ന് വെച്ചാൽ എന്താണ്, അപ്പാരന്റ് പവർ ഇൻറ്റു cos φ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്, നമുക്ക് അവിടെ ട്രൂ പവറിന്റെ വാല്യൂ കിട്ടുന്നത്. ഈ അപ്പാരന്റ് പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആ സർക്യൂട്ടിൽ ബേസിക്കലി നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു പവർ ഉണ്ടെന്ന് തോന്നത്തില്ല. അത് ഇക്വേഷൻ ബേസ് ആയി കിട്ടുന്ന ഒരു പവർ ആണ് ഈ അപ്പാരന്റ് പവർ എന്ന് പറയുന്നത്. അപ്പോൾ ട്രൂ പവർ ഈസ് ഈക്വൽ ടു അപ്പാരന്റ് പവർ ഇൻറ്റു cos φ എന്ന് കിട്ടും. ഇനി പവർ ഫാക്ടർ മീൻസ്, അതായത് cos φ ഈസ് കോൾഡ് പവർ ഫാക്ടർ. ഇവിടുത്തെ cos φ-യുടെ വാല്യൂ ആണ് എന്ത് പറയുന്നത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. cos φ ഈസ് ഈക്വൽ ടു P by ERMS into IRMS, ദാറ്റ് ഇസ് എ ട്രൂ പവർ ബൈ അപ്പാരന്റ് പവർ ആയിരിക്കും എന്ത്, പവർ ഫാക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് പവറുമായി ബന്ധപ്പെട്ട് നമുക്ക് നോക്കേണ്ടത്. ഇനി അടുത്തുള്ളതാണ് വാട്ട്ലെസ് കറണ്ട്. ഈ വാട്ട്ലെസ് കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ പറയുന്നത് ഈ ഒരു AC സർക്യൂട്ടിൽ AC കറണ്ട് നമ്മൾ എന്ത് പറയുന്നുണ്ട്, അതിനെ വാട്ട്ലെസ് എന്ന് പറയാൻ പറ്റും. അങ്ങനെ വേറെ കണ്ടീഷൻ ഉണ്ട്. If the average power consumed in AC circuit is 0, then the current in AC circuit is said to be wireless current. അപ്പോൾ ആവറേജ് പവർ കൺസ്യൂം ചെയ്യുന്ന ഒരു സർക്യൂട്ട് ആവറേജ് പവർ കൺസപ്ഷൻ 0 ആയി കഴിഞ്ഞാൽ, പവർ കൺസപ്ഷൻ അല്ല, ആവറേജ് പവർ കൺസപ്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അവിടെ പവർ കൺസപ്ഷൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ കാണാം, പക്ഷെ ആവറേജ് എടുക്കുന്ന സമയത്ത് എന്താവും, അത് 0 ആവും. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ പറയുന്ന പേരാണ് എന്ത്,
വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കണ്ടീഷൻ ഉണ്ട്, കോസ് ഫൈയുടെ വാല്യൂ 0 ആയി കഴിഞ്ഞാൽ കോസ് ഫൈ 0 ആകുമ്പോൾ എന്താ അവിടെ പി ഈസ് ഈക്വൽ ടു 0 ആവും. അപ്പോൾ ഫേസ് ഡിഫറൻസ് ഫൈയുടെ വാല്യൂ π/2 ആവുകയോ അങ്ങനെ എന്ത് ചെയ്ത് എന്ത് ചെയ്യും, അവിടെ കോസ് 0 അല്ലെങ്കിൽ കോസ് ഫൈയുടെ വാല്യൂ 0 ആയിട്ട് പോകും. ഓക്കെ, കോസ് 90 0 ആണ്. അത് എന്ത് ചെയ്യാം, അവിടെ ഇൻഡക്ടർ സർക്യൂട്ടോ കപ്പാസിറ്റർ സർക്യൂട്ടോ മാത്രം ആവുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഈ ഫേസ് ഡിഫറൻസ് π/2 ആവും. നമ്മൾ പറഞ്ഞില്ല ഇൻഡക്ടറിന്റെയും കപ്പാസിറ്ററിന്റെ കേസിലെ ഫേസ് ഡിഫറൻസ് പ്ലസ് π/2 മൈനസ് π/2 ആണെന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഒരു π/2 വാല്യൂ വന്നു കഴിഞ്ഞാൽ, പൈയുടെ വാല്യൂ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അത് ആ ഒരു സർക്യൂട്ടിൽ നമുക്ക് പവർ കാണത്തില്ല. അപ്പൊ അതിനെ പറയുന്ന പേരാണ് വാട്ട്ലെസ് എന്ന് പറയുന്നത്. ദിസ് കറണ്ട് ഈസ് കോൾഡ് വാട്ട്ലെസ് ബിക്കോസ് ദ കറണ്ട് സർക്യൂട്ട് ഡസ് നോട്ട് ഡു എനി വർക്ക്. അവിടെ എന്ത് ചെയ്യുന്നില്ല, സർക്യൂട്ടിൽ കറണ്ട് വർക്ക് ചെയ്യില്ല മീൻസ് എന്താണ്, അവിടെ ആകെ നടക്കുന്നതെന്ന് വെച്ചാൽ കപ്പാസിറ്റർ ചാർജ് ആവുക, ഡിസ്ചാർജ് ആവുക, ഇൻഡക്ടർ മാഗ്നറ്റൈസ് ആവുക, ഡീമാഗ്നറ്റൈസ് ആവുക, ഇത് മാത്രമേ നടക്കത്തുള്ളൂ. അല്ല സർക്യൂട്ടിൽ അതിന് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് നടക്കത്തില്ല. ആ ഒരു ടൈമിൽ പറയുന്നത് എന്ത്, വാട്ട്ലെസ് കറണ്ട് എന്ന് പറയുന്നത്. ഇനി ഇതിൽ സ്പെഷ്യൽ കേസ് ഉണ്ട്. അപ്പോൾ സ്പെഷ്യൽ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ ഫൈവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്പെഷ്യൽ കേസ് ആണ്. അപ്പോൾ ഫൈയുടെ വാല്യൂ 0 ആവുക, കോസ് ഫൈയുടെ വാല്യൂ എന്താവും, ഫൈയുടെ വാല്യൂ ഫേസ് ഡിഫറൻസ് ഇല്ല, റെസിസ്റ്റർ സർക്യൂട്ട് ആയിരിക്കും, റെസിസ്റ്റർ മാത്രം ഉള്ളപ്പോൾ ഫേസ് ഡിഫറൻസ് ഇല്ലല്ലോ, അത് 0 ആണ്. കോസ് ഫൈയുടെ വാല്യൂ എന്താ, കോസ് ഫൈയുടെ വാല്യൂ 1 ആയിട്ട് പോകും, കോസ് 0 1 ആണ്. പി ഈസ് ഈക്വൽ ടു ERMS ഇൻറ്റു IRMS ആയിരിക്കും. ഇനി അതൊരു ഇൻഡക്റ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ π/2 വരും, അവിടെ 0 ആയിരിക്കും. കപ്പാസിറ്റീവ് സർക്യൂട്ട് ആണെങ്കിൽ π/2 വരും, അതും എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ദ ആവറേജ് പവർ കൺസപ്ഷൻ ഇസ് സെറ്റ് ടു ബി 0. ഓക്കെ, അപ്പോൾ അതാണ് എന്ത് ചെയ്യുന്നത്, ഒരു LCR സർക്യൂട്ടിൽ ആവറേജ് പവർ കൺസപ്ഷൻ 0 ആകും. നോർമൽ സർക്യൂട്ട്. ഇനി ഒരു LCR സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഫൈയുടെ വാല്യൂ വേരി ചെയ്യാനായിട്ട് ഇംപെഡൻസ് കൂടി ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം, ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോസ് ഫൈയുടെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, അവിടുത്തെ പവർ ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി എല്ലാ സർക്യൂട്ടും എല്ലാം എന്താണ്, എല്ലാ സർക്യൂട്ട് ആയാലും CR സർക്യൂട്ട് ആയാലും ഇതിലെല്ലാം എന്താണ്, ഇതിലെല്ലാം ഈ വാല്യൂസിനായിരിക്കും എന്ത് ചെയ്യുന്നത്, അത് ഡിറ്റർമിൻ ചെയ്യുന്നത്. ഓക്കെ, ഈ വാല്യൂസ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടുത്തെ ഫേസ് ഡിഫറൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് എന്ത് ചെയ്യാം, പവർ വേരി ചെയ്യാം. ഇനി അടുത്ത് നോക്കേണ്ട ഹാഫ് പവർ ഫ്രീക്വൻസീസ് ആണ്. അപ്പോൾ ഈ ഹാഫ് പവർ ഫ്രീക്വൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മളിപ്പോ പവറിന്റെ ഒരു വാല്യൂ പറഞ്ഞല്ലോ, അപ്പൊ ഈ പവറിന്റെ വാല്യൂ പറഞ്ഞു. ഇനി ഈ പവറിന്റെ വാല്യൂ ഹാഫ് ആവുന്ന സമയത്ത്, ഹാഫ് ആവുക മീൻസ് അവിടെ നമുക്ക് എന്ത് കിട്ടണം, ദാറ്റ് ഈസ് P0/2 എന്നൊരു കണ്ടീഷൻ കിട്ടും. മാക്സിമം പവർ എടുത്താൽ അതിന് ഹാഫ് എടുക്കുക. ഈ ഗ്രാഫ് നോക്കുക, ഇതിൽ മാക്സിമം പവർ ഇവിടെ ആയിരിക്കും കിട്ടുന്നത്, ഇതായിരിക്കും മാക്സിമം പവർ എന്ന് പറയുന്നത്. ഈ മാക്സിമം പവറിന്റെ ഹാഫ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, that is ഒരു I0 and 0.0707 I0, √2 into I0യുടെ വാല്യൂ ആണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു 0.707 I0/√2 അതിന്റെ വാല്യൂ നടക്കുന്നത്. ഇങ്ങനെ ഈ ഹാഫ് ആവുന്ന സമയത്ത് I0യുടെ വാല്യൂ ഹാഫ് ആവുക മീൻസ് ഈ ഒരു പോയിന്റ് എത്തുക. അപ്പൊ ആ ഒരു സമയത്ത് നമുക്ക് ഒരു ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പൊ ഈ കിട്ടുന്ന ബാൻഡ് വിഡ്ത്ത് ഫ്രീക്വൻസി നമ്മൾ എന്ത് പറയുന്നത്, ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. കാരണം ഇക്വേഷൻ വൈസ് നോക്കാം, ആ ഒരു ടൈമിൽ ഈ ഒരു I0യുടെ വാല്യൂ ഹാഫ് ആവുന്ന ടൈമിൽ എന്ത് ചെയ്യും, നമുക്ക് അവിടെ പവറിന്റെ വാല്യൂ എന്തായിരിക്കും, P0/2 ആയിരിക്കും. കാരണം ഇവിടെ ഈ I²R എന്നാണ് കിടക്കുന്നത്. I²R ഉം I0ന്റെ റിലേഷൻ എന്താണ്, I²R എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ I² is equal to I0/√2, I is equal to I0/√2. ഈ ഒരു റിലേഷൻ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇതിന് സ്ക്വയർ ചെയ്തു, ഇത് സ്ക്വയർ ആയി, ഇതും സ്ക്വയർ ആയി. അപ്പൊ അത് എന്തായി മാറി, I0/2 എന്നായിട്ട് മാറി. അപ്പൊ ഇങ്ങനെയാണ് എനിക്ക് എന്ത് കിട്ടുന്നത്, ഇവിടെ ഒരു റിലേഷൻ കിട്ടുന്നത്. ഈ ഒരു I വാല്യൂ IRMS വാല്യൂടെ റിലേഷൻ എന്ത്, I0 is equal to IRMS/√2 എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു റിലേഷൻ ബേസ് ചെയ്തുകൊണ്ട് എനിക്ക് ഇപ്പൊ ഇക്വേഷൻ കിട്ടിയത് P1 is equal to, ഈ പവർ is equal to I² into R എന്ന് കിട്ടും. അപ്പൊ ഐക്ക് പകരം ഞാൻ എന്ത് ചെയ്തു, I0/2 അവിടെ കൊടുത്തു. അപ്പൊ I0²/2 എന്നാവും. അത് നമുക്ക് എന്ത് ചെയ്യാം, I²R എന്ന് പറയുന്നത് എന്താണ്, അത് P ആണ്. അപ്പോൾ ഇതാണ് നേരത്തെ പറഞ്ഞ റിലേഷൻ, I²R എന്ന റിലേഷൻ എന്ന് പറയുന്നത് Pക്ക്. അപ്പൊ I²R എന്താണ്, പവർ ആണ്. അപ്പോൾ അത് P0/2 എന്നായിട്ട് മാറും. അപ്പൊ ഇതാണ് P0 is the maximum current when the current is maximum. കറണ്ട് മാക്സിമത്തിൽ നിൽക്കുന്ന പവർ ആണ് P0. അപ്പൊ അതിന്റെ ഹാഫ്, P0യുടെ ഹാഫ്. അപ്പൊ ഗ്രാഫ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ആ ഒരു പോയിന്റ്. ഈ ഹാഫ് എത്തുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഒമേഗ R എന്ന് പറയുന്നത് നമ്മുടെ റെസൊണൻസ് ഫ്രീക്വൻസി. അപ്പോൾ റെസൊണൻസ് ഫ്രീക്വൻസിക്ക് പുറമെ ഒരു അപ്പർ ഫ്രീക്വൻസിയും ഒരു ലോവർ ഫ്രീക്വൻസിയും കിട്ടും. അതാണ് ω1 ഉം ω2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഫ്രീക്വൻസി നമ്മൾ എന്ത് പറയുന്നത്, ω1നെ ω2നെയാണ് നമ്മൾ ഹാഫ് പവർ ഫ്രീക്വൻസി. ഇത് പവർ ഹാഫ് ആവുന്ന ടൈമിലുള്ള രണ്ട് ഫ്രീക്വൻസി. അപ്പൊ രണ്ട് ഫ്രീക്വൻസി വരാൻ കാരണം ഇത് റൈസിങ്ങും ഫോളിങ്ങും വരുന്നതാണ് എന്ത് ചെയ്യുന്നത്, രണ്ട് ഫ്രീക്വൻസീസ് വരുന്നത്. അതാണ് എന്ത് പറയുന്നത്, ഹാഫ് പവർ ഫ്രീക്വൻസീസ് എന്ന് പറയുന്നത്. ഓക്കെ, അതില് ഈ F1 - F2 അല്ലെങ്കിൽ ω2 - ω1 എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ബാൻഡ് വിഡ്ത്ത് കിട്ടും. അപ്പോൾ ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസിയും അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസീസ് ഉണ്ട്. F1 എന്ന് പറയുന്നത് നമ്മൾ ആംഗുലർ ഫ്രീക്വൻസി നോർമൽ ഫ്രീക്വൻസിയിൽ കൺവേർട്ട് ചെയ്തു. F1 എന്ന് പറയുന്നത് ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസിയും F2 എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസീസും ആയിരിക്കും. ഓക്കെ, അതാണ് അതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് ഒക്കെ കിട്ടുന്നതാണ് ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇനി ഇത് ഫിൽറ്റർ സർക്യൂട്ടിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്
S5 പഠിക്കും ഈ ഒരു ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചിട്ട്. നമുക്ക് ഇതിനകത്ത് ഇപ്പൊ നമുക്ക് ഇത്രയും മാത്രം മതി ബാൻഡ് വിഡ്ത്ത്. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ബാൻഡിലുള്ള ഫ്രീക്വൻസി എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സർക്യൂട്ട് യൂസ് ചെയ്ത് ഹാഫ് പവർ ഫ്രീക്വൻസി കൺസെപ്റ്റ് വെച്ച് സെലക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ അതിന്റെ റിലേഷൻ ആണ് ഈ കിടക്കുന്നത്, പവറും ക്വാളിറ്റി ഫാക്ടർ. അപ്പൊ ഇത് അത്രയും ഇമ്പോർട്ടന്റ് അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്തു, LCR സർക്യൂട്ട് കറണ്ട് ഇക്വേഷൻ അറിയാം, I0 ആണ്. I0 is equal to E0/R. അപ്പോൾ റെസൊണൻസ് കണ്ടീഷനിലാണെങ്കിൽ E0/R ആയിട്ട് മാറും, അല്ലെങ്കിൽ ഇംപെഡൻസിന്റെ ഇക്വേഷൻ വരും. അപ്പോൾ ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി എന്താണ്, I is equal to I0/√1, ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസി. കാരണം ഇതാണ് നമുക്ക് ഐയുടെ വാല്യൂ എന്ന് പറയുന്നത്, ആ ഒരു ഹാഫ് പവർ ഫ്രീക്വൻസിയുടെ കേസിൽ കിട്ടുന്നത്. അപ്പൊ ഇതിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, I0² എന്നായിട്ട് മാറുന്നത്. അത് നമുക്ക് E0/2 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു വാല്യൂ, ഈ ഐയുടെ വാല്യൂ എന്ത് ചെയ്യാം, കൊടുക്കുക. ദാറ്റ് ഇസ് E0/√R² പ്ലസ് L omega minus 1/C omega ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, which is equal to 1/√2 into E0/R എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഇനി എന്ത് ചെയ്യണം, ഒന്ന് സ്ക്വയർ ചെയ്ത് റീഅറേഞ്ച് ചെയ്യുക. അപ്പോൾ സ്ക്വയർ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ E0 ക്യാൻസൽ ആവും. ബാക്കി എന്താണ് വരുന്നത്, ബാക്കി L omega minus 1/C omega ഹോൾ സ്ക്വയർ വരും, which is equal to R² എന്ന് കിട്ടും. ഓക്കെ, സ്ക്വയർ ചെയ്ത് റീഅറേഞ്ച് ചെയ്ത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഈ ഒരു സൊല്യൂഷന്, ഈ ഒരു ഇക്വേഷൻ എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സൊല്യൂഷൻസ് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുവരാൻ പറ്റും. ഒന്ന് ലോവർ ഹാഫ് പവർ ഫ്രീക്വൻസിയും മറ്റൊന്ന് അപ്പർ ഹാഫ് പവർ ഫ്രീക്വൻസീസിന്റെയാണ്. അപ്പോൾ രണ്ട് സൊല്യൂഷൻ എടുക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ L omega 1 minus 1/C omega equal to -R എന്നും, മറ്റേത് എന്ത് ചെയ്തു, L omega 2 minus 1/C omega 2 is equal to +R. അതായത് ഈ കിട്ടിയ ഇക്വേഷൻ തന്നെ ഇതൊരു ജനറൽ ഇക്വേഷൻ ആക്കി എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു, അതിൽ അപ്പർ ഫ്രീക്വൻസിയും ലോവർ ഫ്രീക്വൻസി നമ്മൾ എന്ത് ചെയ്തു, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി അപ്പർ ഫ്രീക്വൻസിയും ലോവർ ഫ്രീക്വൻസിയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ചെയ്യുക. ആഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് omega 1 into omega 2 is equal to 1/LC എന്ന് കിട്ടും, which is equal to omega R the square എന്ന് കിട്ടും. This means the resonance frequency is geometrical mean of. അതായത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് ഇത് നമുക്ക് പറയുന്നത് എന്താണ്, ഈ ഒരു റെസൊണൻസ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് അപ്പർ ഫ്രീക്വൻസിയുടെയും ലോവർ ഫ്രീക്വൻസിയുടെ എന്താണ്, ജോമെട്രിക്കൽ മീൻ ആണ്. അതായത് നമുക്ക് ആ ഒരു, അതാണ് ഹാഫ് പവർ ഫ്രീക്വൻസി കൺസെപ്റ്റിൽ ഈ ഒരു ഗ്രാഫിൽ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇവിടെ ഇങ്ങനെ പകുതിയായിട്ട് വരുന്നത്, I0 വാല്യൂന്റെ ഹാഫ് ആയിട്ട് വരുന്നത് എന്താണ്, ഇതിനെ നമ്മൾ ജോമെട്രിക്കൽ മീൻ വാല്യൂസ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ അതാണ് എന്ത് ചെയ്യുന്നത്, അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട്. ഇനി ക്വാളിറ്റി ഫാക്ടറുമായിട്ട് ഇതിനെ റിലേറ്റ് ചെയ്യാൻ, ക്വാളിറ്റി ഫാക്ടർ which is equal to omega R by ബാൻഡ് എന്ത് ചെയ്യാൻ പറ്റും, എഴുതാൻ പറ്റും. അപ്പൊ അത് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന ബാൻഡ് വിഡ്ത്ത് റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാം, ബാൻഡ് വിഡ്ത്ത് BW ആണ് അവിടുത്തെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഈ ഒരു വാല്യൂ റെസിസ്റ്റൻസ് സ്മോൾ ആവുന്ന സമയം ഷാർപ്പ് ആയിരിക്കും ഇടുന്നത്. ഏത് ബാൻഡ് വിഡ്ത്തിന്റെ കേസാണ് ഷാർപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് BW2 is the bandwidth in the resistance is high. അപ്പോൾ റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യാൻ പറ്റും, ബാൻഡ് വിഡ്ത്ത് കൂട്ടാൻ പറ്റും. അപ്പോൾ ബാൻഡ് വിഡ്ത്ത് കൂട്ടുക മീൻസ് അത്രയും സിഗ്നൽസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ക്യാരി ചെയ്യാൻ പറ്റും. അതാണ് ഈ ബാൻഡ് വിഡ്ത്തുമായി ബന്ധപ്പെട്ട് Q ഫാക്ടർ എന്ന് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അത് ആ ഒരു കണ്ടീഷൻ എന്താ പറയുക, ഇപ്പോൾ ഹാഫ് പവർ ഫ്രീക്വൻസിയുടെ ഇതുവരെ പറഞ്ഞു തന്നെ ബാൻഡ് വിഡ്ത്തിന്റെ കാര്യമായിട്ട് ബന്ധപ്പെട്ടുന്നത്. ഹാഫ് പവർ ഫ്രീക്വൻസി ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എഴുതിയാലും മതിയാവും കേട്ടോ. ദിസ് മീൻസ് റെസൊണൻസ് ഫ്രീക്വൻസി ജോമെട്രിക്കൽ മീൻ ആണ് പറഞ്ഞിട്ട് ഇത് പറ്റുവാണെങ്കിൽ എഴുതുക, ഓർത്തിരിക്കുവാണെങ്കിൽ എഴുതുക. ബാൻഡ് വിഡ്ത്ത് കൂടുകയും റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത്, റെസിസ്റ്റൻസ് കുറയുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് ഷാർപ്പ് ആവുകയും റെസിസ്റ്റൻസ് ഹൈ ആവുന്ന സമയത്ത് ബാൻഡ് വിഡ്ത്ത് എന്തായിരിക്കും, ഫ്ലാറ്റ് ആയിരിക്കുകയും ചെയ്യും. B2 is greater than B1. ഓക്കെ, അതാണ് ബാൻഡ് വിഡ്ത്ത് ബന്ധപ്പെട്ട് വരുന്നത്. പ്രത്യേകിച്ചൊന്നും ഇല്ല, കുറച്ച് ആ ബാൻഡ് വിഡ്ത്തിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം ഇവിടെ പറയുന്നു. നെക്സ്റ്റ് വരുന്ന വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ആണ്. ഈ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ മീൻസ് പറഞ്ഞില്ല, ഇൻഡക്ടറിന്റെ അക്രോസും കപ്പാസിറ്റർ അക്രോസും ആയിട്ട് ഫേസ് ഡിഫറൻസ് വരുന്നെങ്കിലും അവിടെ എന്ത് ചെയ്യുന്നത്, ഒരു വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. മാഗ്നിഫിക്കേഷൻ നോക്കാം. അപ്പോൾ മാഗ്നിഫിക്കേഷൻ നോക്കാനായിട്ട് ഫേസ് ഡിഫറൻസ് പറഞ്ഞ് ക്യാൻസലേഷൻ ഇവിടെ ഉള്ളത്, ക്യാൻസലേഷൻ ഉണ്ട്. ഇതിനാണ് എന്ത് ചെയ്യുന്നത്, വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ ഇക്വേഷനിലോട്ട് പോകുന്നത്. That is R is equal to I0 and R which is equal to E0. നമ്മുടെ റെസിസ്റ്റൻസ് അക്രോസ് വോൾട്ടേജ് എന്താണ്, റെസിസ്റ്റൻസ് വോൾട്ടേജ് B ആണ്, I0 into R ആയിരിക്കും. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു റെസിസ്റ്റൻസ് അക്രോസ് ആയിട്ട് കിട്ടുന്നത്. അത് DL എന്ന് പറയുന്ന വോൾട്ടേജ് ഇൻഡക്ടർ അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആണ്. DL വോൾട്ടേജ് എന്തായിരിക്കും, I0 into L omega ആയിരിക്കും, കാരണം I0 into XC. അപ്പൊ അവിടെ നമുക്ക് E0/R ആയിരിക്കും, which is L omega equal to E0 Q എന്ന് കിട്ടും. ക്വാളിറ്റി ഫാക്ടർ ആണ് Q എന്ന് പറയുന്നത്, നേരത്തെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. L omega by R ആണ്. ആൻഡ് VC is equal to I0 into 1/C omega, അത് E0 into Q എന്ന് പറയുന്നത്, Qന്റെ വാല്യൂ 1/C omega into R ആണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച വാല്യൂസ് തന്നെയാണ്. ഇനി ഇതിന്റെ വോൾട്ടേജ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ എന്ത് കിട്ടും, വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഇൻഡക്ടർ ഓർ കപ്പാസിറ്റൻസ് ഡിവൈഡഡ് ബൈ അപ്ലൈഡ് വോൾട്ടേജ്, ദാറ്റ് ഈസ് E0 Q
E0 which is equal to the quality factor. അപ്പോൾ നമ്മൾ ഇവിടെ എടുത്ത് വെച്ച ഈ കണ്ടുപിടിച്ച ക്വാളിറ്റി ഫാക്ടർ തന്നെയാണ് എന്ത് അവിടുത്തെ വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ എന്നതിന്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ വെച്ചോളാം. വോൾട്ടേജ് മാഗ്നിഫിക്കേഷനും ക്വാളിറ്റി ഫാക്ടർ എന്താണ് അത് തന്നെയാണ്. ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് LOC ഈസ് Q times മാഗ്നിഫൈഡ്. അപ്പോൾ ഇതിന്റെ വാല്യൂസ് അനുസരിച്ച് ക്വാളിറ്റി ഫാക്ടറിന്റെ വാല്യൂസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് വോൾട്ടേജ് മാഗ്നിഫിക്കേഷന്റെ വാല്യൂ ചെയ്യാൻ പറ്റും, ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അത്രയും ടൈംസ് ആണ് എന്ത് ചെയ്യുന്നത് അവിടെ കൂടുന്നത്. അതാണ് വോൾട്ടേജ് മാഗ്നിഫിക്കേഷൻ. എനിക്ക് ക്യാൻസൽ ചെയ്ത് പറ്റുള്ളൂ, സർക്യൂട്ട് അത് വരത്തില്ല, ക്യാൻസലേഷൻ നടന്ന് പോകും. ഓക്കെ, എന്നാലും ഒരു വോൾട്ടേജ് ഉണ്ട്, അത് ഹൈ ആയിരിക്കും. ഓക്കെ, അത്രയും നോക്കാം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കാം, എ റെസിസ്റ്റൻസ് ഓഫ് 10 ohm and inductance of 0.2 Henry and a capacitance 100 microfarad connected in series across a 200 volt 50 hertz supply. എന്ത് ചെയ്യണം, ഇംപെഡൻസ് ഡിറ്റർമിൻ ചെയ്യണം, കറന്റ് ഡിറ്റർമിൻ ചെയ്യണം, വോൾട്ടേജ് അക്രോസ് RL and C വേണം, പവർ ഫാക്ടർ വേണം, ആംഗിൾ ഓഫ് ലാഗ്, പവർ കൺസ്യൂം ഇൻ വാട്ട്സ് ആൻഡ് വോൾട്ടേജ് ആംപിയർ. ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യം നോക്കുക, തന്നിട്ടുള്ള വാല്യൂസ് എല്ലാം എന്ത് ചെയ്യുക, എടുത്തെഴുതുക. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ഹെൻറിയിൽ മൈക്രോ ഫാരഡ് കിടക്കുകയാണ്, എന്ത് ചെയ്യുക, 10⁻�6 കൊടുത്തിട്ട് ഫാരഡിലോട്ട് കൺവേർട്ട് ചെയ്ത് എഴുതുക. ആൻഡ് വോൾട്ടേജ് ERMS വാല്യൂ തന്നിട്ടുണ്ട്, എന്താണ് അത് 200 വോൾട്ട് ആണ്, ഫ്രീക്വൻസി 50 ഹെർട്സ് ആണ്, AC സർക്യൂട്ട് ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത് എന്താണ്, ഇംപെഡൻസ് വേണം. അപ്പോൾ ഇംപെഡൻസിന്റെ ഇക്വേഷൻ അറിയാലോ, എന്താണ് XL is equal to L ഒമേഗ, ഒമേഗയ്ക്ക് വരും 2πf കൊടുക്കും, കാരണം നമുക്ക് ഒമേഗ ഡയറക്റ്റ് തന്നിട്ടില്ല, ഫ്രീക്വൻസി തന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം, 2π × f ചെയ്യുക, 0.2 × 2 × 3.1 × 50 കിട്ടും. ഓക്കെ, ഡയറക്റ്റ് എടുക്കാൻ പറ്റുന്നില്ലേ. XC ആണെങ്കിൽ 1/C ഒമേഗ, അതും എന്ത് ചെയ്യുക, തന്നിട്ടുണ്ട്, വാല്യൂസ് കൊടുക്കുക, ചെയ്യുക, 32 കിട്ടാം. ഇനി XL - XC എത്രയാണ് കിട്ടുന്നത്, XL - XC എന്ന് വെച്ചാൽ ഇംപെഡൻസ് കണ്ടുപിടിക്കണം, സർക്യൂട്ടിന്റെ ഇംപെഡൻസ് നമുക്ക് അറിയണം. അപ്പോൾ ഇംപെഡൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്, XL - XC അവിടെ ചെയ്ത്. അപ്പോൾ XL - XC 32 കിട്ടും. ഇംപെഡൻസ് എത്രയാണ്, XL = √R² + XL - XC the whole square കിട്ടും. 10² + 31² കിട്ടും, is equal to 32.6 ഓം എന്നാണ് കിട്ടുന്ന ഇംപെഡൻസ്, സർക്യൂട്ടിന്റെ ടോട്ടൽ ഇംപെഡൻസ് എന്ന് പറയുന്നത്. കറണ്ട് IRMS ആണ്, IRMS is equal to ERMS/Z ആയിരിക്കും. ERMS വെച്ച് ഇപ്പോൾ നമുക്ക് അറിയാം, 200 എന്ന് അറിയാം, ഈസ്റ്റർ നമ്മൾ അവിടെ ഡിറ്റർമിൻ ചെയ്തു. അപ്പോൾ ഇവിടെ എടുക്കുന്ന സമയത്ത് നമ്മൾ കറണ്ട് ചോദിച്ചു കഴിയുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യില്ല, നമുക്ക് സാധാരണ എപ്പോഴും കറണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ E/R എന്ന് എഴുതി വെക്കും, V/R, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ മാത്രം കൊടുത്ത് എന്ത് ചെയ്യത്തില്ല, ഈ വാല്യൂ കിട്ടത്തില്ല, കാരണം റെസിസ്റ്റൻസ് അവിടെ 10 ഓമേ ഉള്ളൂ, ടോട്ടൽ ഇംപെഡൻസ് ആണ് നമുക്ക് എന്ത് വേണ്ടത്. അപ്പോൾ ടോട്ടൽ ഇംപെഡൻസ് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൽ വരുന്ന എന്താണ് ഇരിക്കേണ്ടത്, ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് R, L ആൻഡ് C. ആറിനും എല്ലിനും സിക്ക് അക്രോസ് ആയിട്ട് വോൾട്ടേജ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അത് എന്ത് ചെയ്താൽ മതി, VR ആണ്, I × R ആയിരിക്കും. ഇതിപ്പോൾ ഇവിടെ I⁻R അല്ല, I × R ആണ് കേട്ടോ, ഇത് പ്രിന്റിംഗ് മിസ്റ്റേക്ക്, ഇത് I × R ആണ്, I × R ആണ്. എന്ത് കിട്ടും, 61.3 വോൾട്ട് എന്ന് കിട്ടും, കറണ്ട് ഇൻറ്റു റെസിസ്റ്റൻസ്. അടുത്ത വോൾട്ടേജ് അക്രോസ് ഇൻഡക്റ്റൻസ് ആണ്, എന്ത് ചെയ്യുക, സർക്യൂട്ടിന്റെ ടോട്ടൽ കറണ്ട് ഇൻറ്റു ആ ഇംപെഡൻസ്. നേരത്തെ കണ്ടുപിടിച്ച XL-ന്റെ വാല്യൂ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ ഇംപെഡൻസ്. അടുത്ത നമുക്ക് എന്ത് വേണം, വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ, അതാണ് വേണ്ടത്. ദാറ്റ് ഈസ് I × XC കിട്ടും. 6.13 × 32 ആയിരിക്കും, 196 വോൾട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, നമുക്ക് അവിടെ കിട്ടുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, ആ വോൾട്ടേജ് അക്രോസ് R, L ആൻഡ് C എന്ന് പറഞ്ഞാൽ കണ്ടുപിടിക്കേണ്ടത്. ഇനി പവർ ഫാക്ടർ അറിയാലോ, പവർ ഫാക്ടറിന്റെ ഇക്വേഷൻ എന്താണ്, പവർ ഫാക്ടർ എന്ന് വെച്ചാൽ cos φ ആണ്, R/Z ആണ്, നേരത്തെ നമ്മൾ എഴുതിയതേ ഉള്ളൂ, പഠിച്ചതേ ഉള്ളൂ. R/Z ആണ്, 10 കൊടുക്കുക, 0.31 എന്ന് കിട്ടും. ഫേസ് ആംഗിൾ അറിയായിരിക്കും, ഫേസ് ആംഗിൾ ഡിറ്റർമിൻ ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഇപ്പൊ ഇവിടെ കിട്ടിയത് 0.31 ആണ്, ഫേസ് ആംഗിൾ φ ആണ്. φ എടുക്കാൻ എന്ത് ചെയ്യുക, കോസ് ഇൻവേഴ്സ്, കാൽക്കുലേറ്ററിൽ ഷിഫ്റ്റ് പ്രസ് ചെയ്തിട്ട് കോസ് പ്രസ് ചെയ്ത് നമുക്ക് കോസ് ഇൻവേഴ്സ് കിട്ടും. കോസ് ഇൻവേഴ്സ് എന്ത് കിട്ടും, കോസ് ഇൻവേഴ്സ് ഈ ഒരു വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫൈയുടെ വാല്യൂ കിട്ടും. ഫൈയുടെ വാല്യൂ എന്താണ്, 72 ഡിഗ്രി ആണ്, അതാണ് അവിടുത്തെ ഫേസ് ആംഗിൾ എന്ന് പറയുന്നത്. അതിപ്പോൾ 90 ഡിഗ്രി വല്ലതാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 5/2 ആണ് ഫേസ് ഡിഫറൻസ് എന്ന് എഴുതി വെക്കുക. ഇപ്പോൾ 72 നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് എന്ത് ചെയ്യുക, ചെയ്യില്ല, വേറെ എന്തെങ്കിലും ഇങ്ങനെ ഇട്ടാൽ മതി. ഇനി പവർ ഇൻ വാട്ട്സ് വിളിക്കുകയാണെങ്കിൽ VI × cos φ ആണ്, പവർ ഇൻ വാട്ട്സ്. cos φയുടെ വാല്യൂ നമുക്ക് അറിയാം, 0.31 ആണ്, എന്ത് ചെയ്താൽ മതി. ഇതിപ്പോൾ ഇവിടെ മിസ്റ്റേക്ക് ആണ് കേട്ടോ, ഇത് 0.13 ഇട്ടിരിക്കുന്നത്, 31 ആണ്. ഇതിൽ കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട് ടെക്സ്റ്റിനകത്ത്, അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് പഠിക്കാം. നോട്ട്സ് അത്രയും മിസ്റ്റേക്ക് ഇല്ല, പ്രോബ്ലം വരുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്ക്, ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, ഇവിടെ ഒരു മിസ്റ്റേക്ക്, അങ്ങനെ കുറച്ച് മിസ്റ്റേക്സ് വരാം. അപ്പോൾ ഇതെന്താണ്, VI × cos φ ആണ്. അപ്പോൾ cos φയുടെ വാല്യൂ എന്താണ്, 0.31 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് നോക്കുക, ഇത് 380 വാട്ട്സ് ആണ് വരുന്നുള്ളത്. ഇക്വേഷൻ ഞാൻ ചെയ്ത് നോക്കിയില്ല, ചെയ്ത് നോക്കുക. ആൻഡ് പവർ ഇൻ വാൾട്ട് ചോദിക്കുമ്പോഴാണ് എന്ത്, cos φയുടെ വാല്യൂ വരുന്നത്. അപ്പോൾ പവർ ഇൻ വോൾട്ടേജ് ആംപിയർ ചോദിച്ചാൽ V × I മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, വോൾട്ടേജ് പെർ ആംപിയർ എന്ന ആ ഒരു വാല്യൂ ചോദിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്ന, ഫൈയുടെ വാല്യൂ വേണ്ട, വാട്ട്സ് ചോദിക്കുന്ന സമയത്ത് മാത്രം എന്ത് ചെയ്താൽ മതി, ഫൈയുടെ വാല്യൂ കൂടി ഇൻക്ലൂഡ് ചെയ്താൽ മതി. ഇതാണ് പവർ ഇൻ വോൾട്ടേജ് ആംപിയർ എന്ന് പറയുന്നത്. ഇതാണ് പ്രോബ്ലം. നെക്സ്റ്റ് ഇനി വരുന്നതാണ്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക.
That is, an alternating potential of 100 volt and 50 hertz is applied to across a circuit containing inductance of 5 Henry in series with a resistance of 100 ohm and a variable capacitance. At a vast value of the capacitance, will the current in the circuit will be in phase with applied voltage. Calculate the current in this condition. What will be the potential difference across the resistance and the inductance and the capacitance? അപ്പോൾ ഇത് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ഏത് വാല്യൂസ് വരെയാണ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ഫേസ് ആയി നിൽക്കുന്നത് അപ്ലൈഡ് വോൾട്ടേജ് ഇൻ ഫേസ് ആയി നിൽക്കുന്നത് നോക്കണം. പിന്നെ എന്ത് ചെയ്യണം? ഈ ഒരു കണ്ടീഷനിലുള്ള കറണ്ട് മെഷർ ചെയ്യണം. പിന്നെ ഇതിന്റെ ഓരോന്നുമായിട്ട് വരുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് വോൾട്ടേജ് എത്രയാണ് നമുക്ക് എന്ത് ചെയ്യണം മെഷർ ചെയ്യണം. അപ്പോൾ തന്നിട്ടുള്ള ഡാറ്റാസ് എല്ലാം എഴുതുക. തന്നിട്ടുള്ളത് ERMS ഉണ്ട് 100 വോൾട്ട്, ഫ്രീക്വൻസി 50 ഹെർട്സ്, ഇൻഡക്ടൻസ് 5 ഹെൻറി, റെസിസ്റ്റൻസ് 100 ഓം. അപ്പൊ ഇവിടെ ഇത് ഇൻ ഫേസ് ആവണമെങ്കിൽ ദാറ്റ് ഈസ് ദ കറന്റ് ഈസ് ഇൻ ഫേസ് വിത്ത് അപ്ലൈഡ് വോൾട്ടേജ് പൈ ഈക്വൽ ടു എന്താണ് 0 ആവണം. പൈ 0 ആവുന്ന സമയത്ത് എന്ത് ചെയ്യുന്ന രണ്ടും ഇൻ ഫേസ് ആവുന്നത്. ഇല്ലെങ്കിൽ നമുക്ക് π/2 വന്നാൽ അങ്ങോട്ട് ഒരു ലാഗ് ലീഡൊക്കെ വരും. അപ്പൊ L ഒമേഗ ഈക്വൽ 1/c ഒമേഗ ആണ് എന്താ അതിന്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പൊ ആദ്യം എന്ത് ചെയ്യുക, നമുക്ക് അവിടെ സിയുടെ വാല്യൂ ഇല്ലല്ലോ, കപ്പാസിറ്റർ തന്നിട്ടില്ല. അപ്പൊ ഈ ഒരു റെസൊണൻസ് കണ്ടീഷൻ യൂസ് ചെയ്ത് എന്ത് ചെയ്യാം, കപ്പാസിറ്ററിന്റെ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുക. അപ്പൊ തന്നിട്ടില്ലാത്തത് നമ്മൾ എന്ത് ചെയ്യണം, ആ ഡെറിവേഷൻ ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാൻ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ പോകാൻ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ നമുക്കിപ്പോ പെട്ടെന്ന് നോക്കാം കപ്പാസിറ്റർ തന്നിട്ടില്ല, പിന്നെ ഇനി എന്ത് ചെയ്യും, അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കല്ലേ. കാരണം നമുക്ക് ഈ റെസൊണൻസ് കണ്ടീഷൻ അറിയാം. പ്രത്യേകിച്ച് ഇവിടെ പറയുന്നുണ്ട് ഓൾട്ടർനേറ്റീവ് സർക്യൂട്ട് ആണ്, LCR സർക്യൂട്ട് ആണെന്ന് അറിയാം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ആ റെസൊണൻസ് കണ്ടീഷൻ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. റെസൊണൻസ് ഇവിടെ എടുത്ത് പറഞ്ഞിട്ടില്ല, എന്നാലും എന്ത് ചെയ്യുന്നു, അവിടെ നമുക്ക് റെസൊണൻസ് കണ്ടീഷൻ അവിടെ യൂസ് ചെയ്യാം. റെസൊണൻസ് കണ്ടീഷൻ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ആ റെസൊണൻസ് കണ്ടീഷൻ യൂസ് ചെയ്ത് L ഒമേഗ ഈക്വൽ ടു 1/c ഒമേഗ എന്ന് കൊടുക്കുക. അപ്പോൾ C is equal to 1/omega L into omega സ്ക്വയർ കിട്ടും. എന്ത് കിട്ടും, 2 × 10⁻6 ഫാരഡ്, ദാറ്റ് ഈസ് 2 മൈക്രോ ഫാരഡ് ആണ് ഇപ്പോൾ അവിടുത്തെ കപ്പാസിറ്ററിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി കറണ്ട് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, കറണ്ട് കണ്ടുപിടിക്കാനായിട്ടുണ്ടെങ്കിൽ അവിടെ കറണ്ട് സർക്യൂട്ട് ERMS ഈക്വൽ ടു ERMS ബൈ R ആണ്. ERMS തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ഉണ്ട്. ദാറ്റ് ഈസ് VR is equal to IRMS into R ആയിരിക്കും. VR വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ, നേരത്തെ പോലെ ഇവിടെ നമ്മൾ കണ്ടുപിടിച്ചില്ലേ, അതേപോലെ എന്താണ് ഓരോന്നായിട്ട് കണ്ടുപിടിക്കണം. വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റൻസ് IRMS into R ആണ്. 1 × 100 വരെ 100 വോൾട്ട് ആയിരിക്കും. നെക്സ്റ്റ് RMS പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് L എന്ന് പറയുന്നത് എന്താണ്, അത് VL ആണ്. ദാറ്റ് ഈസ് IRMS into XL ആയിരിക്കും. അപ്പോൾ XL വാല്യൂ നമുക്ക് അറിയാലോ, അവിടെ L വാല്യൂ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് വെച്ച് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത സിയുടെ വാല്യൂ വിളിക്കാൻ IRMS into 1/2πfc ആണ്. സിയുടെ വാല്യൂ നമ്മളിപ്പോൾ എന്ത് ചെയ്തു, ഡിറ്റർമിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് എന്ത് കിട്ടും, അത് കൊടുത്തു കഴിയുമ്പോൾ അവിടുത്തെ വാല്യൂ കിട്ടും. കണ്ടോ, ഇവിടെ കണ്ടോ രണ്ട് ഈക്വൽ ആയി കഴിഞ്ഞത്. കാരണം എന്താണ്, ആ ഒന്ന് 1570 ആണ് കിട്ടിയത്, ഇവിടെ എന്ത് കിട്ടു 1520 കിട്ടി. കാരണം എന്താണ്, റെസൊണൻസ് കണ്ടീഷനാണ്. റെസൊണൻസ് കണ്ടീഷൻ ആവുന്ന സമയത്ത് നമ്മൾ അപ്ലൈ ചെയ്ത വോൾട്ടേജ് 100 ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇതിന് അക്രോസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, ഇതിന് അക്രോസ് ആയിട്ട് നമുക്ക് അവിടെ രണ്ട് എന്ത് കിട്ടി, ഒരു മാഗ്നിഫൈഡ് ആയിട്ടുള്ള Q ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള വാല്യൂ കിട്ടി. അതായത് Q ടൈംസ് മീൻസ് ഏകദേശം 10 ടൈംസ് Qന്റെ വാല്യൂ നമ്മൾ എടുത്ത് ഏകദേശം ഒരു ടേം ആ ഒരു ഫാക്ടർ ആയിരിക്കും വരുന്നത്. അപ്പോൾ 10 ടൈംസ് മാഗ്നിഫൈഡ് ആയിട്ടുള്ള വാല്യൂ എന്ത് കിട്ടിയ നമുക്കിവിടെ ഒരു ഇൻഡക്ടർ അക്രോസും കപ്പാസിറ്റർ അക്രോസും കിട്ടി. പക്ഷെ എന്താണ്, രണ്ടും ഈക്വൽ ആണ്. കണ്ടോ, ഇതാണ് നമ്മൾ ആ തിയറിയിൽ പറഞ്ഞ അതേ കാര്യം. അപ്പോൾ അത് എന്ത് ചെയ്തു, നമുക്ക് ഇവിടെ ഇക്വേഷൻ വൈസ് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റി. ഓക്കെ, നെക്സ്റ്റ് ഇതുപോലെയാണ് ബാക്കി ക്വസ്റ്റ്യൻസും ഒന്ന് ചെയ്തു നോക്കുക. നിങ്ങൾ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ, പ്രത്യേകിച്ചൊന്നും ഇല്ല. മിക്കതിൽ ഇങ്ങനെ എന്തെങ്കിലും തന്നിട്ടില്ലായിരിക്കും. ഈ ഇക്വേഷൻസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് നോക്കുക, നോക്കിയിട്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കിയതിന് ശേഷം ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറയുക.